ഇപ്പം ഫ്രണ്ട് ക്യാമറ കിടക്കണ്ടല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് ബാക്ക് ക്യാമറ ഉണ്ട്.
കയറി പോരെ. സ്ത്രീകളുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഫ്രണ്ടിലോട്ട് കസേര, ഫ്രീ ആയിട്ട് കസേരയുണ്ട്. നിങ്ങളെല്ലാവരും പുറകെ ഇരിക്കാൻ വേണ്ടി നോക്കാതെ ഫ്രണ്ടിലേക്ക് വരിക. സ്ത്രീകളുടെ ഭാഗത്ത് കസേരകൾ നിങ്ങളൊന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നത് കൈ പിടിക്കാൻ മതി. ഇവിടെ എല്ലാം കസേരയുണ്ട്. സ്ത്രീകളെ പുറകിലേക്ക് തിങ്ങി കൂടണ്ട. ഇനി പോരെ, ഇനി എന്നെയും വരും ആൾക്കാർ. കുറച്ച് പേര് അവിടെ നിന്ന് പോരെ. പിള്ളേരെല്ലാം അവിടെ നിന്ന് പോരെ. അവിടെ തന്നെ പിള്ളേരായിട്ട് ഇരിക്കുന്ന പുരുഷന്മാര്, നിങ്ങൾ ദയവായിട്ട് ആ വാതിൽ നിൽക്കുന്നവർ ദയവായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് ഓർപ്പിക്കുകയാണ്. ഇനി കസേര ഒത്തിരിയേറെ ഇന്നലെ ഫ്രീ ആയിട്ടുണ്ട്. ആ വാർത്തകളെല്ലാം യൂത്ത് ഒത്തിരി പേര് വായിക്കും. നടന്നിലേക്ക് പോലെ ആ കൈ കഴുകുന്നോട് നിൽക്കുന്ന യൂത്ത് എല്ലാം ഈ കയറി പോലെ. നമുക്ക് തമ്പുരാൻ ഇത്രയേറെ സൗകര്യം തന്നപ്പോൾ അത് നന്നായിട്ട് വിനിയോഗിക്കുക. ഇനി എവിടെയെങ്കിലും ഫ്രീ ആയിട്ടുള്ള കൈ പൊക്കിയാക്കി പിള്ളേർ അവിടെ ഇരുന്നോളൂ. എവിടെയെങ്കിലും കസേര ഫ്രീ ആയിട്ടുണ്ടോ അങ്ങോട്ട് വിളിച്ചോ. മക്കളെ വായിക്കുന്നത് അവിടെയുണ്ട്. ഒന്ന് കൈ പൊക്കിയാക്കി മക്കളാണല്ലോ അവിടെ ഉണ്ടോ? നിങ്ങളെങ്കിൽ പോലെ ഇവിടെ എവിടെയുണ്ട്? ഇഷ്ടംപോലെ കസേരയുണ്ട്. ഇവിടെ പോലെ എല്ലാവർക്കും ചെയ്തു തരാം. ഇവിടെ ഇരുന്നു. ഇനി ധാരാളമായ ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം ഇടയ്ക്ക് പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ, ധ്യാനപ്രസംഗം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കുന്ന ആൾ കേൾക്കാനാണ് പറ്റത്തില്ല. ഇനി എവിടെയും കസേരയുടെ കയ്യിൽ നോക്കിയാൽ മതി. അവിടെ കയറാം. കസേര കിടക്കുന്നവർ കയ്യിൽ നോക്കിയേക്കാം. പോലെ വളരെ യാതൊരു കാരണവശാലും ധ്യാനത്തിന് വന്നവരെ അവിടെ ഇവിടെ അനഞ്ഞു തിരിഞ്ഞെടുക്കാൻ പാടില്ല. ഒന്നെങ്കിൽ വരാന്ത, അല്ലെങ്കിൽ അവിടുത്തെ വീങ്ങ. മുറ്റത്ത് ആരും നിന്നേക്കരുത്. ഇനി അടുത്ത ആൾ തികഞ്ഞില്ലെങ്കിൽ അപ്പുറത്തെ വിങ്ങിലേക്ക് ആൾ കയറുക. കാരണം കസേര എടുത്തിരുന്നതായിരുന്നു. ഇനി ഇവിടെ ഒരു കസേരയുണ്ട്. ഗായക സംഘം വന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗാനം ആലപിലേക്ക് അച്ഛൻ വരുന്നതായിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ ടോക്കും. പിന്നെ നമുക്ക് അധികം പാട്ടൊന്നുമില്ല. നമുക്ക് പാട്ട് പാടാനുള്ള സമയമില്ല. അതുകൊണ്ട് പോയി പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിച്ചു കഴിയുമ്പോഴത്തേക്കും അച്ഛൻ വന്ന് ധ്യാനപ്രസംഗം തുടങ്ങുന്നതായിരിക്കും. ഇനി എവിടെയെങ്കിലും സീറ്റുണ്ടോ? അവിടെയുണ്ട്. ഇവിടെയുണ്ട് സീറ്റ് രണ്ടെണ്ണം. അവിടെ ഇല്ലേ? പുറത്ത് നിൽക്കുന്നത് കൊള്ളാം. ധ്യാന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നേക്കരുത്.
നമ്മുടെ ഇടവക അനുഗ്രഹിക്കപ്പെട്ട ഇടവകയാകുകയാണ്. നമ്മുടെ ദേശം ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. കാരണം നമുക്കെല്ലാം സുപരിചിതനായ ജോസഫ് പുത്തമ്പരികളച്ചൻ, കാവുപടി അച്ഛൻ എന്നറിയപ്പെടുന്ന അച്ഛൻ ഇന്ന് നമ്മോടൊപ്പം 4 ദിവസം വചനത്തിൻ്റെ ഒഴുക്ക് ഇവിടെ സംഭവിക്കുകയാണ്. കുടുംബങ്ങൾ നവീകരിക്കപ്പെടണം, വ്യക്തികൾ നവീകരിക്കപ്പെടണം, ദേശം നവീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ വ്യക്തിയും കുടുംബവും ദേശവുമെല്ലാം തമ്പുരാനോട് ഒട്ടുവാനുള്ള 4 ദിവസങ്ങൾ. ഒട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? തമ്പുരാനുമായിട്ട് ഒട്ടണമെങ്കിൽ നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടണം. വചനം വിശുദ്ധീകരിക്കുന്ന വലിയൊരു അഭിഷേകമാണ്, ശക്തിയാണ്, അഭിഷേകമാണ്. ഈ അഭിഷേകത്തിൻ്റെ നിറവിൻ്റെ ഒഴുക്കാണ് ഈ ദിവസങ്ങളിൽ സംഭവിക്കുക. അച്ഛന് വളരെയേറെ തിരക്കുണ്ട്. അച്ഛൻ വന്നപ്പോൾ തൊട്ട് അച്ഛനെ കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. ജിനു അച്ഛനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് അച്ഛനും ജിനു അച്ഛൻ്റെ വലിയൊരു പെരിയലന്തപുരയിലെ അച്ഛൻ്റെ വലിയൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അച്ഛൻ്റെ ഈ ദിവസം നമുക്ക് കിട്ടിയത്. എങ്കിലും നമുക്ക് നല്ല ദിവസമാണ് കിട്ടുന്നത്. ശനി, ഞായർ എല്ലാവരും ജോലി തിരക്കൊക്കെ കഴിഞ്ഞ ദിവസം. പിന്നെ 2 ദിവസത്തെ നമ്മളൊന്ന് ക്രമീകരിച്ചാൽ നമ്മുടെ ധ്യാനം അനുഗ്രഹപ്രദമായി തീരും. എല്ലാവർക്കും സൗകര്യപ്രദമായ ദിവസം. പിള്ളേർക്ക് പരീക്ഷയുടെ വിലയില്ല, വെള്ളത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടില്ല, എന്നാൽ ഇപ്പം വലിയ മഴയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ദൈവം നമ്മളെ അനുഗ്രഹിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിരിക്കുകയാണ്. ഈ ധ്യാനത്തിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അച്ഛൻ ഇടയ്ക്ക് എഴുന്നേൽപ്പിക്കുമെന്നൊക്കെ വലിയ പാട്ട് അതിനകത്ത് അധികമില്ല, ഇൻ്റർവെല്ല് ഇല്ല. അത്യാവശ്യം കുടിക്കണമെങ്കിൽ നാളെ തൊട്ട് വെള്ളമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ പോയി കഴിഞ്ഞാൽ അല്ല പിന്നെ എണീറ്റ് പോകേണ്ടി വരും. പിന്നെ അത്യാവശ്യം വെള്ളം കുടിക്കേണ്ടവർക്ക് പുറകിലും ഇവിടെ സൈഡിലുമായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അറിയിപ്പ് പറഞ്ഞിട്ട് അച്ഛൻ തുടങ്ങിയാണ്. ജോസഫിൻ്റെ വീട് വലിയ തോവാളയാണ്. അച്ഛനെ ഇച്ചിരി ലേറ്റായിട്ടാണ് ഒരു ജീവിതത്തിലേക്ക് ഒരുക്കത്തിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ രാഷ്ട്രീയ മേഖലയിലായിരുന്നു അച്ഛൻ്റെ പഠന സമയത്തെയൊക്കെ പ്രവർത്തനം. അതെല്ലാം വിട്ട് ഒത്തിരിയേറെ സാധ്യതകളും സാഹചര്യങ്ങളും അച്ഛന് മുമ്പിൽ ലോകത്തിൻ്റെ സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ടും അതെല്ലാം വിട്ട് കളഞ്ഞിട്ട് തമ്പുരാന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. ലോകം മുഴുവൻ അച്ഛൻ ഓടി നടന്ന് ഇന്ന് വചനം പ്രഘോഷിക്കുകയാണ്. അങ്ങനെ വചന പ്രഘോഷണത്തിൻ്റെ ഒരു തിരക്ക്, അതിൻ്റെ കൂടെ സഭയുടെ കപ്പൂച്ചിയൻ സഭയുടെ കോട്ടയം പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ എന്നുള്ള വലിയ തിരക്ക് കൂടെ ഏറ്റെടുത്താണ് അച്ഛൻ മുന്നോട്ട് പോകുന്നത്. ഈ വലിയ തിരക്കിൻ്റെ ഇടയ്ക്കും നമ്മുടെ ഈ പാവപ്പെട്ട ഇടവകയിൽ, നല്ല ഇടവകയിൽ എന്നാണ് വിചാരിച്ചിന് പറയാനായിട്ട് പറ്റുക. സാധാരണ ജനങ്ങളിലേക്ക് പാർക്കുന്ന ഈ ഇടവകയിലേക്ക് അച്ഛൻ കടന്നു വരാൻ കാണിച്ച എല്ലാ നല്ല മനസ്സിനും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹാർദവമായി പ്രാർത്ഥനയോടെ ഈ 5 ദിവസവും തുടർന്നുള്ള നമ്മുടെ ജീവിതവും അച്ഛൻ്റെ കരങ്ങളിലൂടെ തമ്പുരാൻ അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അച്ഛനെ ധ്യാനത്തിനായി സ്നേഹപൂർവ്വം പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും കൈയടിച്ച് അച്ഛനെ നമസ്കരിക്കുന്നു. ോടുകൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അവരുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നല്ലവനായ ദൈവമേ, സ്തുതിയായി 4 സന്ധ്യകളിലായി പങ്കുവെക്കുന്ന വചനം അഭിഷേകത്തിനായി സമർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കടന്നു വന്നുകൊണ്ടിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. ദേശത്തുള്ള എല്ലാ ഭവനങ്ങളിലേക്കും ദയായിരിക്കണമേ. ഈ ശബ്ദ പരിമിതിയിൽ വരുന്ന എല്ലാവരെയും ആത്മാവിനെ പ്രത്യേകമായി കാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ.
127 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. സങ്കീർത്തനം 127 1-2 വാക്യങ്ങൾ. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഒഴുകൊഴിവും വ്യർത്ഥം. 2 കൂട്ടം വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 1 ദൈവം പണിതത്, 2 മനുഷ്യന്റെ പണം കൊണ്ട് പണിതത്. ഒരു വാർഷിക ധ്യാനത്തിന്റെ സന്ധ്യകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് ചോദിക്കുന്ന ചോദ്യം, മകനെ മകളെ, നിന്റെ വീട് ദൈവം പണിതതാണോ അതോ സ്വന്തം പണം കൊണ്ട് പണിതതാണോ? സ്വന്തം സാമ്പത്തികത്തെ ആശ്രയിച്ച് നമ്മൾ വീട് പണിതാൽ ചെറിയ വ്യസനം വരുമ്പോൾ പകലും പലരും അസ്വസ്ഥരാകും. കടബാധ്യത വന്നാൽ, രോഗം വന്നാൽ, കുടുംബത്തിൽ അസ്വസ്ഥത വന്നാൽ പെട്ടെന്ന് നമ്മൾ തളർന്നു പോകും. പക്ഷെ കർത്താവാണ് വീട് പണിതെങ്കിൽ എന്തു വന്നാലും നമ്മൾ പിടിച്ചിരിക്കും, സഹിച്ചിരിക്കും. വയനാട്ടിലെ ഒരു പ്രധാന സ്ഥലമാണ് സുൽത്താൻബത്തേരി. സുൽത്താൻബത്തേരിയിൽ നിന്നും പുൽപ്പള്ളിയിലേക്കുള്ള റോഡ് കാട്ടിലൂടെയുള്ള ദേശീയ പാതയാണ്. നല്ല സൗകര്യം. റോഡ് സൈഡിൽ ധാരാളം മരങ്ങളുമുണ്ട്. കുറേ നാൾ മുമ്പ് ഒരാദിവാസി മൂപ്പൻ ഒരു മുഴുത്ത വെള്ളിലാവിൻ്റെ മുകളിൽ കയറിയിരുന്നു. കയ്യിൽ ഭാര്യയുടെ സാരി പിടിച്ചുകൊണ്ടാണ്. അവിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ബാങ്കിനൊക്കെ ലോൺ ആരെങ്കിലും വീട്ടിയില്ലെങ്കിൽ ഞാനിപ്പം ചാടിച്ചാവും. ആളുകൾ ഓടിക്കൂടി പായിട്ടു, പരമിട്ടു, ചാക്കിട്ടു, പുറത്തു. അവരൊരു മൂപ്പനെ അഭിവേദം കാണിക്കരുത്, ചാടിയാൽ മരണമുറപ്പ്, മരിച്ചാൽ പിന്നെ ഒന്നിനും പറ്റിയല്ലോ. ആദിവാസി മൂപ്പൻ പറഞ്ഞിട്ട് കാര്യമില്ല. ബാങ്കിൽ നിന്ന് ഞാനെടുത്ത ലോൺ ആരെങ്കിലും വീട്ടിയില്ലെങ്കിൽ ഞാനിപ്പം ചാടിച്ചാവും. അങ്ങനെ പിന്നെയും ഒരു മൂപ്പനെ അഭിവേദം കാണിക്കരുത്, ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പോൾ ആദിവാസി മൂപ്പൻ പറഞ്ഞു, ഈ നാട്ടിൽ ഒരു ശാപവും ഇല്ലാത്ത ഒരു ദേശമേ ഉള്ളൂ, അത് ഉപദേശമാണ്. അത് കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ ബാങ്കിൽ നിന്ന് എൻ്റെ ലോൺ ആരും വീട്ടു? എല്ലാവരും നോക്കിയിരിക്കെ ആദിവാസി മൂപ്പൻ ഭാര്യയുടെ സാരി കഴുത്തെ മുറുക്കി കെട്ടിയിട്ട് തൂങ്ങി ഒറ്റച്ചാട്ടം. ചാടി സെക്കൻഡിൽ മൂപ്പൻ താഴെ വീണു, ഒരം തെന്നിപ്പോയി, ഉപ്പൂറ്റി തങ്ങിപ്പോയി, എല്ലിന് പൊട്ടലുമായി. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ആവേശമൂത്ത ആദിവാസി മൂപ്പൻ തൂങ്ങിച്ചാകാനായിട്ട് കഴുത്തിൽ ഭാര്യയുടെ സാരി കിട്ടിയപ്പം മറ്റേ അറ്റം മറ്റേ കെട്ടാൻ മറന്നുപോയി. പ്രശ്നം. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതം ആദിവാസി മൂപ്പന്റെ ചാട്ടം പോലെയാണ്. കഴുത്തേക്കട്ട് ഭയങ്കരമാണ്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ കൃഷി, എൻ്റെ സ്വത്ത് എല്ലാം ഉണ്ട്. പക്ഷെ മരത്തേക്കട്ട് വഴിയില്ല. എൻ്റെ കൊന്ത, എൻ്റെ സന്ധ്യാപ്രാർത്ഥന, എൻ്റെ നൊവേന, എൻ്റെ ഉപസാരം, എൻ്റെ വിശുദ്ധ വായന, എൻ്റെ ബൈബിൾ വായന, ഈ മരത്തെ കെട്ടാതെ കരുത്തെ കിട്ടുമ്പം അവസാനം ജീവിതം ആദിവാസി മൂപ്പന്റെ അന്ത്യം പോലെയാണ്. ഞാൻ മലബാർ കോഴിക്കോട് മലാപ്പറമ്പിൽ ജീസസ് യൂത്തിലെ കുട്ടികളെ ധ്യാനിപ്പിക്കുകയായിരുന്നു. 5 ദിവസങ്ങളിലെ പകൽ കൺവെൻഷൻ, വൈകുന്നേരം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ. 1-ാം ദിവസം വൈകുന്നേരം എനിക്ക് വലിയ ഒരാഗ്രഹം, കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ ഒന്ന് കണ്ടാൽ കൊള്ളാം. രാത്രി 7:30 ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഹൈന്ദവ സമുദായത്തിലെ തീയ വിഭാഗിക്കപ്പെട്ട ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസം 10 അടി നീളത്തിൽ തക്കാളിക്കളി പോലെ ചുമന്ന തീക്കട്ടകൾ അട്ടിയിട്ട് വെച്ചിരിക്കും. അതിൻ്റെ മുകളിലൂടെ കാലിൽ ചെരുപ്പ് ധരിക്കാത്ത 5 ചെറുപ്പക്കാരെ ഈശ്വര ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നു. പൊള്ളുന്നതിൻ്റെ ഭാവമാറ്റമോ ചൂടിൻ്റെ രൂപമാറ്റമോ കാണാനില്ല. ഈശ്വര എന്ന് വിളിച്ച് തീക്കട്ടയുടെ മുകളിലൂടെ ചിരിച്ചുകൊണ്ട് നടക്കുന്നു. പിറ്റേ ദിവസം ഇവരൊരുവനെ കണ്ടത് ഞാൻ ചോദിച്ചു, തീക്കട്ടയുടെ മുകളിലൂടെ കാലിൽ ചെരുപ്പില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാലിൽ പൊള്ളിയില്ലേ? അവൻ വെച്ചാൽ പൊള്ളിയേക്കാം, പക്ഷെ ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു പൊള്ളലും അറിയില്ല. 2 നാൾ കഴിയുമ്പോൾ കാലിലെ വെള്ളം വെള്ളം പോലെ വീട്ടു വരും. കുളിക്കുമ്പം പൊട്ടും, പൊട്ടുമ്പം വീഴും, പക്ഷെ നടക്കുമ്പോൾ പൊള്ളൽ അറിയില്ല. നമ്മുടെ ധ്യാനത്തിൻ്റെ 1-ാമത്തെ സന്ധ്യയിൽ കർത്താവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു, യേശുവേ എന്നൊരു പ്രാർത്ഥന ചൂണ്ടിൽ, കർത്താവേ എന്നൊരു പ്രാർത്ഥന നെഞ്ചിലുമുണ്ടോ? ക്യാൻസർ വന്നാലും കടബാധ്യത വന്നാലും എന്ത് തകർന്നാലും ഒന്നും
ഭർത്താവ് കുളിച്ചു തടി ഉറക്കം വിളിച്ചാലും ഭാര്യയാൽ ഇല്ലായ്മയുടെ യുക്തിനിയാൽ വല്ലായ്മയോടെ ചൊല്ലിക്കൊണ്ടിരുന്നാലും നാട്ടും ഗോത്രങ്ങൾ സമരം പ്രഖ്യാപിച്ചാലും മക്കളും മരുമകളും കുത്തുവാങ്ങ് പറഞ്ഞാലും ഒന്നും ബാധിക്കുകയില്ല. യേശുവേ എന്നൊരു പ്രാർത്ഥന ചൊല്ലിലും കർത്താവ് എന്നൊരു പ്രാർത്ഥന നെഞ്ചിൽ സൂക്ഷിക്കുക. ഈ കർത്താവ് നമ്മോട് പറയുന്നു, യെശയ്യ 43 1 മുതൽ 5 വരെ വാക്യങ്ങൾ. യെശയ്യ 43 1 മുതൽ 5 വരെ വാക്യങ്ങൾ. അഗ്നിയിലൂടെ നടന്നാൽ നിന്റെ പാദങ്ങൾക്ക് പുഴനിൽക്കുകയില്ല, വെള്ളത്തിലൂടെ നടന്നാൽ തിരമാല നിന്നെ മുക്കിക്കഴിയുകയില്ല. നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനും ബഹുമാനിക്കുന്നതുമാണ്. ദൈവത്തിന്റെ വാക്കാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനും ബഹുമാനിക്കുന്നതുമാണ്. ഒരുപക്ഷെ ലോകം പറഞ്ഞേക്കും, ഭർത്താവ് പറഞ്ഞേക്കാം, നീ നമ്മൾ നോക്കി കഴിവില്ലാത്ത കാര്യം. ഭാര്യ പറയാം, താനെന്നതാ കാശിന് ഗുണമില്ലാത്ത ഒരു കിഴങ്ങൻ എന്തെല്ലാം വാക്കുകൾ പറയാം. പിള്ളേരെ നോക്കി, നിങ്ങളെന്നാ പിള്ളേരെ, അയലപ്പെട്ട പിള്ളേർ മെഴുകാൻ, ഈ വീട്ടിൽ 3 ശവങ്ങൾ, ഓരോരോ രീതി നമുക്ക് വർത്താനം പറയാം. മനുഷ്യനെ നോക്കി അവന് പറയാം. പല്ല് പൊങ്ങിയ ആളുകൾ ഇപ്പോൾ ഇന്ന് പൊങ്ങിയ പല്ല ഉന്തിയ മോണയാണ്. ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്താൽ ചിരി പോലും പൊട്ടിപ്പോകുന്നു. കഴിക്കണ്ട പോലെ കറക്കി വെച്ച് വെളുത്ത പാൻറ് കൈക്ക് പിടിച്ച് കോഴിക്കോട് ജംഗ്ഷനോടെ കടന്നു പോകുമ്പോൾ കടത്തിന് ശൈത്തമല്ല നോക്കടാ താണ്ട് കാക്ക തേങ്ങാപ്പൂടും കുട്ടികൾ ഓടണം. ഇങ്ങനെ കമന്റ് പറയുന്ന ലോകത്ത് ദൈവം പറയും, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യമാണ്. ലോകം പറയും വിലയില്ല, ദൈവം പറയും വിലയുണ്ട്. ഞാൻ 3 വർഷം മുമ്പ് കാര്യങ്ങൾ ഇവരുടെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുകയാണ്, അനുഗ്രഹിക്കും. അപ്പോൾ അന്ന് വികാരികളായിരുന്ന ആനന്ദനച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ ജോസഫ് വെച്ച എനിക്കിതിരെ വിലയുണ്ട് പിടിക്കുന്നത് ഒരു 30 വർഷം മുമ്പാണ്. ഞാൻ ചതല്ല, 30 വർഷം മുമ്പ് എൻ്റെ ഹൃദയത്തിൻ്റെ വാൽവ് ഇത്രയും ചുരുങ്ങിപ്പോയപ്പോൾ മദ്രാസ് വിദ്യാ ഹോസ്പിറ്റലിൽ അത് മാറ്റിവെച്ചു. അതിന് അന്നത്തെ വില 65,500 രൂപ. അങ്ങനെയെങ്കിൽ എന്നെ മൊത്തം മാറ്റിവെക്കണമെങ്കിൽ എത്രമാത്രം തുകയായി മാറും? വിലപ്പെട്ടവരാണ് നമ്മൾ. മനുഷ്യന് വില കൂടുന്നത് 65-70 വയസ്സ് കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ വില. തലയിൽ സിൽവർ ഹെയർ, വായി സ്വർണ്ണ പല്ല്, നെഞ്ചിൽ 1 ലക്ഷത്തിൻ്റെ സ്റ്റണ്ട്, വയറുകളെ ഗ്യാസ്. ഏറ്റവും പണക്കാരനാകുന്ന സമയമാണ്. തമ്പുരാൻ പറയും, നീ വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനും ബഹുമാനിക്കുന്നതുമാണ്. പരമയാനം അസീസി ധ്യാന മന്ദിരത്തിൻ്റെ മുറ്റത്തുള്ള റോഡ് മഴക്കാലത്ത് പോലെ കുഴിഞ്ഞു കിടന്നു. അപ്പോൾ വെള്ളം കെട്ടിക്കിടന്നപ്പോൾ കൊതുകും പിന്തും പ്രാണിയും പെരുകാൻ. ഞാൻ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞു, ദയവ് ചെയ്ത് കുഴി മൂടി തരണം, ആയിരങ്ങൾ കയറി ഇറങ്ങുന്ന ധ്യാനമന്ദിരമാണ്. പഞ്ചായത്ത് അധികൃത രസികരാണ്. അവരുടെ വെച്ചാൽ ഈ സർക്കാർ ഭരിക്കുന്ന കാലത്തോളം കുഴി മൂടാൻ പാടാണ്, കുഴി മാന്താനാണ് സാധ്യത. അച്ഛൻ പോയി കളക്ടറെ കാണുക. അന്ന് കളക്ടർ എൻ്റെ സ്നേഹിതനാണ് ജൂബി ജോസാർ, കൊന്ന് കോഴിക്കോട്. ഞാൻ പറഞ്ഞു, ജോസാറെ ദയവ് വഴിയൊന്ന് നന്നാക്കിയാണ്. അപ്പോൾ കളക്ടർ പറഞ്ഞു, അടുത്ത 4 മാസങ്ങൾക്കുള്ളിൽ ഈ വഴി മുഴുവൻ വൃത്തിയാക്കി വരും, അച്ഛൻ പോകാം. അച്ഛനോട് വിളിച്ച് പറഞ്ഞു, ഒരു സോഡാ നാരങ്ങാവളം കൊണ്ടുവരണം. അച്ഛന് സോഡാ നാരങ്ങാവളം ഒരുക്കൊണ്ടു. ആ നാരങ്ങാവളവും കുടിച്ച് ഞാൻ ഇറങ്ങി പോകുമ്പോൾ ഈ അച്ഛൻ്റെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവനെ കൊണ്ട് മുറി സോഡാ നാരങ്ങാവളം കൊണ്ടുവരിപ്പിച്ചതും അവിടെ വെച്ച് കുടിച്ചു. അച്ഛന്മാരുടെ പിണക്കമുള്ള ഒരു പ്രത്യേക വീട്ടിലെ പ്രതിനിധിയായി സർക്കാർ ജോലിയിൽ കഴിയുന്നവനാണ്. ഞാൻ ഇറങ്ങി വരുമ്പോൾ അവൻ കൈക്കരിയ കോക്കരിയ കോമാളി ഏതാണ്ടൊക്കെ കാണിക്കുക. എനിക്കൊന്നും തോന്നിയില്ല. കാരണം ഞാൻ കോട്ടയകടത്തിൽ പോയത് തൂപ്പുകാരനെ കാണാനല്ല, കളക്ടറെ കാണാനാണ്. കളക്ടർ എന്നെ മാനിച്ചാൽ തൂപ്പുകാരൻ എന്നെ കാണിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ദൈവം എന്നെ മാനിച്ചെന്നോ ഉറപ്പുള്ള ഭാര്യയ്ക്ക് ഭർത്താവെന്ന കോമാളി എന്നെ ഗോഷ്ടി കാണിച്ചാലും പ്രശ്നമില്ല. എൻ്റെ ദൈവം എന്നെ മാനിച്ചെന്നോ ഉറപ്പുള്ള ഭർത്താവിന് ഭാര്യയും തൂപ്പുകാരി എന്നെ ചൊറിഞ്ഞ വർത്താനം പറയാനും പ്രശ്നമില്ല. നമുക്ക് ഈ പ്രശ്നപ്പെടാം, എന്നെ ആരും മാനിക്കുന്നില്ല എന്ന് തോന്നുന്നതാണ്. നിങ്ങൾ മൊത്തം എന്നെ എതിർത്താലും എനിക്കൊരു പ്രശ്നമില്ല. ദൈവം എന്നെ മാനിച്ചുവെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ അതാണ് ഭാഗ്യവാനായ പൗലോസ് റോമാ ലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ 32 മുതൽ വാക്യങ്ങളിൽ പറയുക. ക്രിസ്തു എൻ്റെ പക്ഷത്തിൽ ആരും എതിരുന്നു നത്രയോ ആകുന്നോ
വാളോ പട്ടിണിയോ വന്നവയോ വരുവാനുള്ളവയോ ഒന്നിനും എന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുക സാധ്യമല്ല. ദൈവം നമ്മളെ സ്നേഹിക്കും. ഈ ദൈവത്തിന് ബൈബിൾ വിളിക്കുന്ന വാക്കാണ് അപേക്ഷിത. പഴയ നിയമം മുഴുവൻ ദൈവത്തെ അവതരിപ്പിക്കുന്ന പാറയായിട്ടാണ്. സങ്കീർത്തനം പാറക്കൂട്ടങ്ങളിലേക്ക് ഞാൻ കണ്ണുകൊണ്ടെത്തി, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൊണ്ടെത്തി, എന്റെ രക്ഷ എന്റെ യഹോവയായ ദൈവത്തിൽ നിന്നു. ദൈവത്തെ പാറ എന്ന് വിളിക്കും. അതിന്റെ കാരണം പഴയ നിയമ കാലഘട്ടത്തിൽ 2 നിയമങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. ഒന്ന്, ദൈവം മോശയോട് നൽകിയ 10 പ്രമാണങ്ങൾ. 2, ഹമരാവി എന്ന ഭരണാധികാരി നൽകിയ 10 പ്രമാണങ്ങൾ. പണ്ടേ ഒരു 2 കൂട്ടം പ്രമാണം, 2 10 വെച്ചാൽ ബൈബിളിൽ 10 വലിയ ഊന്നലുകളാണ്. മോശയിലൂടെ 10 പ്രമാണങ്ങൾ, ഹമരാവി എന്ന വിജാതീയ ഭരണാധികാരിയിലൂടെ 10 പ്രമാണങ്ങൾ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാഞ്ഞ പറപോലെ 10 ബാധകൾ. ക്രിസ്തു ശിഷ്യന്മാരെ മത്തായി 10 അയക്കുമ്പോൾ അവർക്ക് 10 കൽപ്പനകൾ. 10 വലിയ ഊന്നൽ കൊണ്ടാണ് നമ്മുടെ നാവിൽ അറിയാതെ തട്ടി കഴിയുന്ന സംഖ്യയാണ് 10. അറിയാതെ നാട്ടിൽ കഴിയുന്ന 10. 8 രൂപയാണ് പാളയംകോണം പഴം മേടിച്ചാലും പറയുമ്പോൾ 8 10 രൂപയായി. 50 രൂപയ്ക്ക് പച്ചമതി മേടിച്ചാലും പറയും 19 രൂപയായി. 250 രൂപയ്ക്ക് കപ്പ മേടിച്ചാലും പറയും 10 250 രൂപയായി. 2000 കരി മേടിച്ചാലും പറയും 10 2000 രൂപയായി. 50,000-ന് 2 സെന്റ് സ്ഥലം മേടിച്ചാലും പറയും 19,000 രൂപയായി. 10 കുത്തിയാണ് യാത്ര. ഇവിടെ മോശയിലൂടെ ദൈവം നൽകിയ 10 പ്രമാണങ്ങൾ, അമരാവി എന്ന ഭരണാധികാരി നൽകിയ 10 പ്രമാണങ്ങൾ. ഈ 10 വലിയ ഒരു ഊന്നൽ. അമരാവിയുടെ നിയമമാണ് മുസ്ലിങ്ങൾ ഇന്ന് ഫോളോ ചെയ്യുക. മോശയുടെ നിയമമാണ് ക്രിസ്തീയ രാജ്യങ്ങൾ ഫോളോ ചെയ്യുക. അമരാവിയുടെ ഒരു നിയമത്തിലായിരുന്നു ഒരുത്തന്റെ കണ്ണ് ഒരാൾ കുത്തിപ്പൊട്ടിച്ചാൽ അവന്റെ വീട്ടുകാര് ഇവന്റെ ഇളയ കണ്ണ് കുത്തിപ്പൊട്ടിക്കാം. ഒരുത്തന്റെ പല്ല് ഒരാൾ അടിച്ചു പറിച്ചാൽ അവന്റെ നിയമങ്ങൾ അവന്റെ അതേ പല്ല് തിരിച്ചു പറിക്കണം. അതാണ് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഹമറാബിയുടെ നിയമം. ഈശോ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ. ആര്? ഹമറാബി. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. ഇത്രയും കടുപ്പമുള്ള നിയമമുള്ള ഇസ്രായേലിലും ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. ഇസ്രായേൽ വിശ്വസിച്ചു ലോകത്തിന്റെ കേന്ദ്രം ജെറുസലേം ദേവാലയം ഇരിക്കുന്ന സ്ഥലമാണ്. ഈ ലോകത്തിന്റെ കേന്ദ്രം ജെറുസലേം ദേവാലയം ഇരിക്കുന്ന സ്ഥലമാണ്. യഹൂദന് ലോകത്ത് എവിടെല്ലാം പള്ളിയുണ്ടോ അതിന്റെ എല്ലാം പേര് സിനഗോഗ്. അവൻ ജെറുസലേമിൽ ഒരു പള്ളിയുണ്ട്, അതിന്റെ പേര് ദേവാലയം. ഈ ലോകത്ത് എവിടെയെല്ലാം യഹൂദനുണ്ടോ അവന്റെ പള്ളിയുടെ പേര് സിനഗോഗ്. ജെറുസലേമിലെ പള്ളിയുടെ പേര് ദേവാലയം. നസറത്തിൽ സിനഗോഗ് യേശു ആദ്യം ബൈബിൾ വായിച്ച് അവതരിച്ച്. ജെറുസലേമിൽ ദേവാലയം. 12-ാം വയസ്സിൽ അവനെ കാണാതെ പോയത് ദേവാലയത്തിൽ. സിനഗോഗിൽ ബലിപീഠമുണ്ട്, കല്ലിന്റെ ബലിപീഠം. ദേവാലയത്തിലും കല്ലിന്റെ ബലിപീഠമുണ്ട്. ആ ബലിപീഠം ദൈവത്തിന്റെ വാസസ്ഥലമാണ്. അതിൽ തൊഴുന്നവൻ ദൈവത്തെ തൊട്ടു. ഇസ്രായേലിന്റെ വിശ്വാസം അവിടെ പറഞ്ഞു വെച്ചു, ഒരു കൊലയാളി കൊന്നിട്ട് ഓടുമ്പോൾ, അവന്റെ ടീമംഗങ്ങൾ ഇവനെ കൊല്ലാൻ ഓടിക്കുമ്പോൾ അവൻ ഓടിച്ചെന്ന് ദേവാലയത്തിന്റെ ബലിപീഠത്തെ തൊട്ടാൽ പിന്നെ അവനെ തൊടരുത്, അവൻ അപരിചിതയായ ദൈവത്തെ തൊട്ടു. ഒരു മോഷ്ടാവ് മോഷണവസ്തുവായിട്ട് ഓടിച്ചെന്ന് ദേവാലയത്തിന്റെ ബലിപീഠത്തെ തൊട്ടാൽ പിന്നെ അവനെ തൊടരുത്, അവൻ അപരിചിതയായ ദൈവത്തെ തൊട്ടു. ഇതിൽ നിന്നും അമേരിക്ക നിയമാവലി എഴുതിയപ്പോൾ ഇങ്ങനെ കുറിച്ചു വെച്ചു, ഒരഭയാർത്ഥി ക്യൂബയിൽ നിന്നും കടലിൽ നീന്തി അമേരിക്കയിലെ ഫ്ലോറിഡയിലെ മയാമിയുടെ മണ്ണിലാണ് ആദ്യം വന്ന് കൊടുക്കുക. അങ്ങനെ തൊട്ടാൽ അവരെ പുറത്താക്കരുത്, അമേരിക്ക പൗരത്വം കൊടുക്കണം, അമേരിക്ക അപേക്ഷിച്ചില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, മുസ്ലിങ്ങൾ തീവ്രവാദികളായ മുസ്ലിങ്ങളാണെങ്കിലും അഭയം നേടി ക്രിസ്തീയ രാജ്യങ്ങളിൽ വന്നാൽ അവർക്ക് അഭയം കൊടുക്കണം, സഭ അപേക്ഷിച്ചില്ല. ഇതിൽ നിന്നും 250 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കിടയിലും ഒരു ചിന്ത ജന്മമെടുത്തു. 250 വർഷങ്ങൾക്ക് മുമ്പ്
അവനും പറഞ്ഞു തുടങ്ങി, കശാപ്പുകാരൻ്റെ കടയിൽ നിന്നും ഒരു കാള കയറ് വെട്ടി ചോടി ഒരു ക്ഷേത്രത്തിൽ കയറിയാൽ ആ കാളയെ പിന്നെ കൊല്ലരുത്, അമ്പലക്കാള എന്ന് വിളിക്കപ്പെടുന്നു. പശ്ചാത്തലം 10,000 വർഷം പുറകോട്ട് പോകുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധ പാരമ്പര്യം. ഈ അപരിശുദ്ധയായ ദൈവം നമ്മുടെ ജീവിതത്തിൽ 4 പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ദൈവം അന്നും ഇന്നും കൂടി ബന്ധിപ്പിക്കുന്ന കന്യയാണ് ദൈവം. അന്നത്തെ ദൈവം ഇന്നത്തെ ദൈവം കോർത്തിണക്കുന്ന കന്നി ദൈവം തന്നെയാണ്. എബ്രായർ 13:8 കർത്താവായ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. അപ്പം ആ ദൈവം ലോകാരംഭം മുതൽ ലോകാവസാനം വരെ മനുഷ്യന്റെ ജീവിതത്തിൽ 4 പ്രവൃത്തികൾ ചെയ്യും. പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായം 4 മുതൽ 6 വരെ തിരുവചനങ്ങൾ. പുറപ്പാട് 3, 4 മുതൽ 6 വരെ ദൈവം ചെയ്യുന്ന 4 പ്രവൃത്തികൾ. നിങ്ങളുടെ അരച്ചിൽ ഞാൻ കണ്ടു, നിങ്ങളുടെ കരച്ചിൽ ഞാൻ കേട്ടു, നിങ്ങളുടെ ഇംഗിതം ഞാൻ അറിഞ്ഞു, നിങ്ങൾക്കിടയിൽ ഞാൻ ഇറങ്ങി വരും. ദൈവം എന്തും ചെയ്യുന്ന 4 പ്രവൃത്തികൾ. ഉൽപ്പത്തി 3:4 മുതൽ പുറപ്പാട് 3:4 മുതൽ 6 വരെ ദൈവത്തിന്റെ പ്രവൃത്തികൾ. 1 കാണുന്നു, 2 കേൾക്കുന്നു, 3 അറിയുന്നു, 4 ഇറങ്ങി വരും. ദൈവം 4 കാര്യം ചെയ്യും. 1 ദൈവം കാണുന്നവനാണ്. മത്തായി 10:42 ഒരു പാത്രം പച്ചവെള്ളം പാവങ്ങൾ കൊടുത്തപ്പം ഞാനിത് കണ്ടു. മത്തായി 25:31 മുതൽ 46 വരെ വാക്യങ്ങൾ. നീ പാവപ്പെട്ടവന് ഉടുക്കാൻ കൊടുത്തപ്പോൾ എന്നെ ഉടുപ്പിച്ചു, കഴിക്കാൻ കൊടുത്തപ്പോൾ എനിക്ക് തന്നു, ജയിലിൽ സന്ദർശിച്ചപ്പോൾ എന്നെ സന്ദർശിച്ചു, പരദേശിയെ സ്വീകരിച്ചപ്പോൾ എന്നെയാണ് സ്വീകരിച്ചത്. ദൈവം കാണുന്നു. ഇതാണ് മത്സര വലിയ ഓഫീസിലെ നമ്മുടെ പാട്ട് 139-ാം സങ്കീർത്തനം. എവിടെ ഒളിക്കും കർത്താവേ, നിൻ സന്നിധി വിട്ട് അവിടെ പോകും. അങ്ങ് പർവ്വതമോളിൽ ചെന്നാൽ നീ അവിടെയുണ്ട്, വെള്ളത്തിൽ ഊളിയിട്ടിറങ്ങിയാൽ നീ അവിടെയുണ്ട്. മരത്തിൽ ഒളിച്ചിരുന്നാൽ സഖേമുസിനെ കണ്ടവൻ എന്നെ കാണും. വെള്ളത്തിൽ മുങ്ങിക്കടന്നാൽ യോനാ പ്രവാചകനെ മനസ്സിന്റെ വൈകിക്കടവൻ എന്നെ കാണും. ദൈവം കാണുന്നവനാണ്. നമ്മുടെ പുറപ്പതല്ലേ ചില നല്ല അമ്മച്ചിമാർ പറയും, എൻ്റെ അച്ഛൻ കെട്ടിയവനും മക്കളും മരുമക്കളും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, തമ്പുരാൻ കാണുന്നതല്ലോ, തമ്പുരാൻ കാണുന്നതല്ലോ. എവിടെയോ ഇരുന്ന് ദൈവം കാണുന്നു. ചില ആൾക്കാർ ഞങ്ങളുടെ കപ്പൂച്ചിനാസ്മതിൽ സംഭാവന കൊണ്ടെത്തി രസീത് കൊടുക്കും. രസീതൊന്നും വേണ്ട, ആരെ കാണിക്കാനാണ്, ദൈവം കണ്ടാൽ ചെയ്തോ. TN ശേഷൻ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന കാലം തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാമിൽ ഗുരുവായൂരിൽ ക്ഷേത്രം പണിയുന്ന ക്ഷേത്ര കമ്മിറ്റിക്കാര് ശേഷൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരു ക്ഷേത്രം പണിയുന്നുണ്ട്. TN ശേഷൻ മനസ്സിലായി സംഭാവന ലക്ഷ്യം. TN ശേഷൻ 2001 രൂപ എടുത്തു കൊടുത്തു. അവർ രസീതെത്തി. TN ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡൊണേഷൻ 2001 രൂപ. ശേഷന്റെ റെസിപ്റ്റ് കൊടുക്കാൻ പറഞ്ഞു, വേണ്ട, അതെന്താ, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കണക്ക് വെക്കാറില്ല, അത് ദൈവം കണ്ടാൽ മതി. പൗരീശ്വരൻ എന്തിനാണ് കഷ്ടപ്പെട്ട് ഞങ്ങളെ കൊണ്ട് ഈ രസീത് എത്തിപ്പിച്ചത്? അപ്പൊ ശേഷം പറഞ്ഞു, ദൈവം കണ്ടാൽ മതിയും ദൈവത്തിന്റെ നാമത്തിൽ തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കണക്ക് വേണം. അതുകൊണ്ട് രസീത് കഴിഞ്ഞാലേ ദൈവം കാണുന്നവനാണ്. ദൈവം കാണുന്നവനാണ്. നമുക്കെല്ലാം പുറത്ത് ദൈവം എല്ലാം കാണുന്നുണ്ട്. ഞായറാഴ്ച 20 രൂപ നേർച്ചയിടാൻ കഴിവുള്ള ആൾ 5 രൂപ ലഭിക്കാൻ ദൈവം അത് കാണും. 5 ഇടാൻ കഴിവുള്ളവൻ ഒരു 25 ഇടുമ്പം ദൈവം അതും കാണും. ദൈവം കാണുന്നുണ്ട്. ഒരമ്മയും 7 വയസ്സുള്ള മോനും പള്ളി കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുക. അമ്മ പറഞ്ഞു, മോനെ എന്നാ ഉറക്ക പള്ളിയ, വരണ്ട കുർബാന, ഓർഗന് ശബ്ദമില്ല, കസേരയ്ക്ക് ബലമില്ല, ഫാനിന് കാറ്റില്ല, എന്തൊരു ഉണങ്ങിയ പള്ളി. മോന്റെ മറുപടി, എൻ്റെ അവിടെ 5 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ട്? അമ്മ ഇരുന്ന് 5-ന്റെ നോട്ട് മോൻ കാണുന്നത്, ദൈവം കാണുന്നത്. ദൈവം കാണുന്നത്. ഒരു മനുഷ്യൻ കാട്ടിൽ തന്റെ ആടിനെ കിട്ടുന്നത്. കുറെ ആടുകൾ തിരി നടന്നപ്പോൾ ഒരു മുട്ടാട് കൂട്ടം വിട്ടുപോയി. ഞാൻ എല്ലായിടത്തും നോക്കിയിട്ടും ആടിനെ കാണുന്നില്ല. ഈ മനുഷ്യൻ ഒരു മരത്തിന്റെ മുകളിൽ കയറി നോക്കുക, താഴ്വരകൻ ആട് കൂടുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ്
ഒരു കാമുകനും കാമുകിയും പ്രേമം മൂത്ത് ഈ മരത്തിന് മൂടി അവനവളെ കെട്ടിപ്പിടിച്ച് അവിടെ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓമനെ, നിന്റെ ഈ കണ്ണുകളിൽ ഈ ലോകത്തെ മുഴുവൻ ഞാൻ കാണുന്നു. എന്നാൽ മരത്തിലിരുന്ന മനുഷ്യൻ, പൊന്നു മോനെ, അവിടെയെങ്ങാനും എൻ്റെ ആടിനെ കണ്ട നീ പറയാനൊക്കെ നടക്കരുത്. ദൈവം എല്ലാം കാണുന്നവനാണ് ദൈവം. അവിടുന്ന് കാണുന്നവനാണ്. രണ്ട്, കേൾക്കുന്നവനാണ്. ജെറമിയ 33:3. ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. ദൈവം കേൾക്കും. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നു. ചിലപ്പം ഉടനെ ഉത്തരം, ചിലപ്പം കുറെ കഴിഞ്ഞ് ഉത്തരം, ചിലപ്പോൾ ചോദിച്ചതിനേക്കാൾ കൂടിയ ഉത്തരം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ പ്രാർത്ഥന, കർത്താവായ യേശുവേ, കണക്ക് പഠിക്കുകയും എഴുതിപ്പിച്ചിട്ടുണ്ട്, ചൂരവഴികൊണ്ടുവരുന്നു, കാര്യത്തിൽ താരതമ്യം വളരെ ഒഴുകി പോകുന്നു. ഒരുപാട് കാശം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ തരീക്കുന്നതല്ലാതെ എഴുതിപ്പിച്ചതിന് ഒരു ബോധം പോലും ഏറ്റിട്ടില്ല. അൽത്താരമാന്മാർ 15 പേര് വെള്ളിയാഴ്ച വികാരിച്ചോട് വരും, അച്ഛാ ശനിയാഴ്ച ഞങ്ങൾ പിടിക്ക് പോകുമ്പം മഴ പെയ്യാതിരിക്കാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. അച്ഛൻ പറഞ്ഞു, മക്കളെ പൊക്കോ, ഒരു മഴ പെയ്യല. ഞാനാ പറഞ്ഞു. കുഞ്ഞുങ്ങൾ പോയി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ആയപ്പോൾ അറബിക്കടലിൽ ബംഗാൾ ഉൾപ്പെടുന്നതുകൊണ്ട് ഒരു പെരുമല. പിള്ളേർ മൊത്തം നനഞ്ഞു പോയി. അച്ഛനെ പമ്പൻ്റെ ചമ്മൻ്റെ നാണം കയറി. ഞായറാഴ്ച കുഞ്ഞുങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ അച്ഛൻ കുർബാന തോന്നുന്ന അലമാരയുടെ പുറകെ പോയി ഒളിച്ചിരിക്കുന്നു. ഒരു കൊച്ചു വെളിവടി വീഴുകൂടി. എന്നാ അച്ഛൻ ഒളിച്ചിരിക്കുന്നു? അച്ഛൻ പറഞ്ഞു, മഴ പെയ്യാന്ന് പറഞ്ഞിട്ടും മഴ പെയ്തില്ലേ. അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് നിങ്ങൾ കരുതുമല്ലോ എന്ന് കരുതി ഞാൻ പോയി ഒളിച്ചതാണ്. ഉടനെ ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, ആരാ പറഞ്ഞ അച്ഛാ ദൈവം പ്രാർത്ഥന കേട്ടില്ലെന്ന്? മഴ പെയ്യിക്കല്ലേ എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചപ്പം പെയ്തോട്ടെ എന്ന് ദൈവം മറുപടി തന്നു. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നതല്ല കിട്ടുക, നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് പോലെ. എങ്ങനെയാ മഴ പെയ്യുക? സമുദ്രത്തിലെ വെള്ളം നീരാവിയായി ഉയരും. മഴ വേഗമായിട്ട് കെട്ടിക്കിടക്കും, മഴത്തുള്ളിയായിട്ട് പെയ്യുന്നത്. കോഴിക്കോട്ടെ ഒരു വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഹോളിൽ നിന്ന്, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന നീരാവി പോലെ ഉയരും. ദൈവത്തിന് വിരുന്നിൽ പ്രാർത്ഥന വേഗമായിട്ട് കെട്ടിക്കിടക്കും. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അങ്ങ് ദൂരെയുള്ള നിങ്ങളുടെ മക്കളല്ലേ, അകലങ്ങളിൽ പണിയെടുക്കുന്ന ഭർത്താവിൻ്റെ, ദൂരെയുള്ള ജീവിത പങ്കാളികളുടെ അനുഗ്രഹത്തിൻ്റെ മഴത്തുള്ളിയായി പെയ്തു. അതാണ് പ്രാർത്ഥനയുടെ പവർന്നൊക്കെ പറയുക. കണ്ണുകുടിയന്മാർക്ക് പോലും അറിയാം, പൂസായാലും പ്രാർത്ഥിക്കണം. ഒരു കുടിയൻ രാത്രി വീട്ടിൽ പ്രാർത്ഥനയൊന്നും ഓർമ്മയിൽ വരുന്നില്ല. പ്രാർത്ഥനാ പുസ്തകം എടുക്കുമ്പോൾ ലൈനെല്ലാം ഡബിളായിട്ട് കാണുന്നു. അവൻ എഴുതിയിരിപ്പിൽ ആയിരത്തി മുഴുവൻ പറമ്പണം, കായിക ഇച്ഛാപനം. എന്നിട്ട് ദൈവമെ അറിയാവുന്ന അക്ഷരം മുഴുവൻ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഇവനെ ഉണ്ടാക്കിയെടുത്തോടെ ചിലപ്പോൾ ചോദിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടും. ഒരു കത്തോലിക്ക പെൺകുട്ടി ഒരു ഹിന്ദു ചെറുപ്പക്കാരനെ പ്രേമിച്ചു. അവൾ അമ്മയോടും അപ്പനോടും പറഞ്ഞു, അവനെ കൊണ്ട് കെട്ടിച്ചിരിക്കും ഞാൻ ഭൂമിച്ചാവും. അവസാനം കരുതോടെ അമ്മ വരുമ്പോൾ അവളെ കെട്ടിയ. പക്ഷെ ഒരു കാര്യം, അവൻ കത്തോലിക്കനാണ്. എന്താ ചെയ്യുക? നാഗമ്പഴത്ത് അമ്പതിനാലവരെ 9 ദിവസം 9 ചൊവ്വാഴ്ച നോവനി തീരുമാനിച്ചു. പ്രാർത്ഥന അവനെ കത്തോലിക്കനാക്കണേ, ഇവളെ കെട്ടാനിടയാക്കണം. 5 ആഴ്ചയായപ്പോൾ അവൾ പറഞ്ഞു, ഇനി നൊവേന വേണ്ട, നാഗമ്പഴത്ത് പോവുകയും വേണ്ട. അതെന്താന്ന് ചോദിച്ചു. അവനിപ്പം അച്ഛനാകാൻ പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമാണ്. ചിലപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തനേക്കാൾ കൂടുതൽ കിട്ടിയിരിക്കും. ചിലപ്പം പ്രാർത്ഥിക്കുമ്പോൾ കുറെ നാൾ കഴിഞ്ഞ് ഉത്തരം കിട്ടും, കുറെ നാൾ കഴിഞ്ഞു. ബൈബിളിൽ നല്ല മനുഷ്യരുടെ പ്രാർത്ഥന ഉടനെ കേട്ടില്ല, കുറെ കഴിഞ്ഞാണ്. അബ്രഹാം പ്രാർത്ഥിച്ചു, 20-ാം വയസ്സിൽ എന്നെ അപ്പനാക്കണേ അപ്പനാക്കണേ. അപ്പനാക്കിയപ്പോൾ വയസ്സ് 100. മോശ 20-ൽ പ്രാർത്ഥിച്ചു, എന്നെ നേതാവാക്കണേ. നേതാവാക്കിയപ്പോൾ വയസ്സ് 80. സക്കറിയ 30-ൽ പ്രാർത്ഥിച്ചു, എനിക്കൊരു കൊച്ചിനെ തരണേ. എപ്പോഴാണ് കൊച്ചിനെ കിട്ടിയത്? സ്നാപയോഹന്നാന്റെ ജന്മദിനവും സക്കറിയയുടെ സപ്തതിയാഘോഷവും ഒന്നിച്ചായിരുന്നു. ഓർത്തകാലത്തല്ല. പ്രാർത്ഥിച്ചവനായ സക്കറിയ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. പരിശുദ്ധ മതമകയിൽ ധൂപമർപ്പിക്കുമ്പോൾ ദൂതനായ ഗബ്രിയേൽ ബലിപീഠത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സക്കറിയ, വന്ധ്യേന മുദ്രകുത്തപ്പെട്ട നിന്റെ ഭാര്യയെ ഈശുവ വാർദ്ധക്യത്തിൽ
ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. യൂദയായുടെ മരുഭൂമിയിൽ ക്രിസ്തുവിന് ബാധയൊരുക്കുന്ന യോഹന്നാൻ വാഗ്ദാനം അവൻ അറിയപ്പെടും. സക്കറിയ ചോദിച്ചു, ഇത് എങ്ങനെ ഒക്കും? ദൂതൻ ചോദിച്ചു, പിന്നെ എന്നാപ്പം നോക്കണ്ട ചോദിച്ചോണ്ട് ഒപ്പിച്ചതൊന്നും സംശയിക്കാതെ മറന്നു. അപ്പം നമ്മൾ അല്പം പ്രാർത്ഥിക്കുമ്പോൾ കുറെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ചോദ്യത്തിനേക്കാൾ കൂടുതൽ കിട്ടിയിരിക്കും. ആലുവായിലെ വെള്ളാമ്പലത്തിൽ കന്യാസ്ത്രീ അമ്മമാരെ 5 ദിവസത്തെ ധ്യാനം. വെള്ളിയാഴ്ച രാവിലെ ധ്യാനത്തിന് വരുമ്പോൾ മഠത്തിലെ മദർ പറഞ്ഞു, ജോസഫ് അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം. എന്താ ചെയ്യാൻ? മഠത്തിന് മുന്നിൽ ഒരു നീലമ്മാവിൽ മാങ്ങ ഉണ്ടാകുമ്പം മാങ്ങാണ്ടി മുതൽ വണ്ട്. അതുകൊണ്ട് മാങ്ങാണ്ടി ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ വണ്ടികളെയും അച്ഛൻ ഒന്ന് ബന്ധിച്ചിട്ട് പോകണം. ഊറാറ് തന്നു, പ്ലാസ്റ്റിക് പാത്രത്തിൽ ആനവെള്ളം തന്നു, ബന്ധനപാത്ര പുസ്തകം തന്നു. ഞാൻ മാവിൻ്റെ മൂട്ടിൽ നിന്നു, മദറിനെ മുട്ടി നിന്നു, മറ്റുള്ള കന്യാസ്ത്രീ വട്ടം നിന്നു. എല്ലാവരും നോക്കി ഞാൻ പ്രാർത്ഥിച്ചു. സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഈ നീലമ്മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാടെ അണ്ടി ഉണ്ടാകാൻ സാധ്യതയുള്ള സകലമായ വണ്ടികളെ ബന്ധിക്കാൻ ഒരു ഞെക്ക്, ഒരു വീഴ്ച, ഒരു കമുക്. മഴവെള്ളത്തിൽ കുടിച്ചപ്പോൾ ആനാമ്പഴത്തിൽ മാവ് നനഞ്ഞു. ഞാൻ പറഞ്ഞാണ്ടിരിക്കുന്നു. 1 മാസം കഴിഞ്ഞു. മഠത്തിലെ മദറിൻ്റെ കത്ത് പ്രിയപ്പെട്ട ജോസഫ് അച്ഛ അച്ഛൻ്റെ ധ്യാനത്തിന് നോട്ട് വായിച്ച് ഞങ്ങൾ ഇന്നും സന്തോഷിക്കും. അച്ഛൻ്റെ ധ്യാനത്തേക്കാൾ ഞങ്ങളെ സ്പർശിച്ചത് അച്ഛൻ്റെ ബന്ധനത്തിനായിട്ടുള്ള ശക്തിയാണ്. അച്ഛൻ വണ്ടിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു പോയതിൻ്റെ 10ാം ദിവസം ശക്തമായ ഒരു ദ്രാവണയും കാറ്റും വന്നു. മാവും കൂടെ ഒഴിഞ്ഞു പോയി. വണ്ടിയുമില്ല, ബന്ധിക്കാൻ കൊണ്ടുവരില്ല. ചിലപ്പോൾ ഓർത്തതിനേക്കാൾ കൂടുതൽ കിട്ടിയിരിക്കും. എങ്കിലും പ്രാർത്ഥിക്കും. 1 ദൈവം കാണുന്നവനാണ്. 2 ദൈവം കേൾക്കുന്നവനാണ്. 3 ദൈവം അറിയുന്നവനാണ്. യോഹന്നാൻ 2:25 മനുഷ്യൻ ഉള്ളിലെന്തെന്ന് അവൻ അറിഞ്ഞുകൊണ്ട് യുവദാസിനെയും ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തി. മനുഷ്യന് ഉള്ളിൽ എന്തെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ യുവദാസിനെയും ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തി. അവിടുന്ന് അറിയുന്നവനാണ്. ഒരു പച്ച മനുഷ്യനായി എൻ്റെ കുറവറിഞ്ഞ ആ ദൈവം എന്നെ അച്ഛനാക്കിയത്. ഒരു പുരുഷന്റെ കുറവറിഞ്ഞ അവൻ്റെ ഭർത്താവാക്കിയത്, അപ്പനാക്കിയത്. ഒരു സ്ത്രീയുടെ കുറവറിഞ്ഞ അവളെ അമ്മയാക്കിയത്, ഭാര്യയാക്കിയത്. ദൈവം അറിയുന്നു, എല്ലാം അറിയുന്നു. അറിഞ്ഞുകൊണ്ട് അനുവദിക്കുമെങ്കിൽ ദൈവത്തിനുള്ള ആനുകൂല്യം. ചിലപ്പോൾ ഇത്രയും ആലോചിച്ചിട്ടും ഈ കാലമാടനെയാണല്ലോ കെട്ടിയവനായിട്ട് കിട്ടിയത്. ഇത്രയും ആലോചിച്ചിട്ടും ഈ മുതുപിശാലാണല്ലോ ഭാര്യയായിട്ട് വന്നത്. അവിടെ ഓർക്കണം, ദൈവം അറിയുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെങ്കിൽ എന്നിലൂടെ ഇവർക്ക് എന്തോ ദൈവത്തിൻ്റെ പദ്ധതി. ഇവനെയാണ് നമ്മളെങ്കിൽ എങ്കിൽ എന്തോ പദ്ധതി ഇവനിലൂടെ എനിക്കുണ്ട്. ഒരു കെട്ടിയവൻ പറഞ്ഞ ഭാര്യയോട്, നീ വലിയ ധ്യാനമൊക്കെ കൂടി എന്നാ വെച്ചിരിക്കുന്നത്, എന്നാത്തിനാണ് ധ്യാനിക്കുന്ന എന്നാ കാര്യം? അവൾ പറഞ്ഞു, എൻ്റെ മനുഷ്യ, ഞാൻ ധ്യാനം കൂടിയിരുന്നെങ്കിൽ തനിക്ക് വിഷം തന്നു കൊണ്ടുതന്നെ ധ്യാനിച്ചതുകൊണ്ട് എത്രയും ഞാൻ തിരിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ കുറവുള്ള ഭർത്താവ്, കുറവുള്ള ഭാര്യ. മാർത്തോമാ സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത ക്രിസ്തോസ്റ്റൻ തിരുമേനി അദ്ദേഹം തിരുവല്ലയിൽ ആയിരിക്കുമ്പോൾ അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ മാർത്തോമാക്കാരൻ അവൻ പറഞ്ഞു, എനിക്ക് ഒരു മാർത്തോമാക്കാരി പെണ്ണിനെ കിട്ടണം, ഒത്ത ഒരാളെ തിരുമേനി സ്റ്റാച്ച് ചെയ്യാവും, പണമൊന്നും വേണ്ട, ഒരു മാസ്റ്റർ ഡിഗ്രി മാത്രം മതി. തിരുമേനി പറഞ്ഞ അങ്ങനെ പെണ്ണുങ്ങൾ ധാരാളമുണ്ട്. പിന്നെ ഡിമാൻഡൊക്കെ വല്ലതും ഉണ്ട്, ഇപ്പം തന്നെ നീ പറയാൻ പറ്റും. അവൻ പറഞ്ഞു, വിവാഹത്തിന് ചെലവിന് ഒരു 5 ലക്ഷം തരാനുള്ള കഴിവും കൂടെ വേണം. ഓക്കെ, അതും ചെയ്യിക്കാം. ഒന്ന് കറങ്ങാനായിട്ട് ഒരു കാറും കൂടെ എനിക്ക് കിട്ടിയാൽ സന്തോഷമായി. പിന്നെ ഇത്ര ഭവൻ പറഞ്ഞു വന്നപ്പോൾ ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാം വേണം. തിരുമേനി എഴുന്നേറ്റ് വടിയും കൈ പിടിച്ചു. എഴുന്നേക്കടന്നു. ഇതാ വേണ്ട, ഇതെല്ലാം ഒപ്പം ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വടിയും പിടിച്ചു ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എല്ലാം തെളിഞ്ഞവരില്ല, എല്ലാവർക്കും കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. പക്ഷെ ദൈവം അറിഞ്ഞുകൊണ്ട് തരുന്നു. ദൈവം അറിയുന്നവനാണ്. കാണുന്നവൻ, കേൾക്കുന്നവൻ, അറിയുന്നവൻ. 4 ദൈവം ഇറങ്ങി വരുന്നവൻ. നമുക്ക് പലപ്പോഴും ദൈവത്തെക്കുറിച്ച് പരാതി, എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവം. അങ്ങനെ ദൈവം ഇല്ല. അങ്ങനെ ദൈവം ബൈബിളിലേ ഇല്ല. ബൈബിളിലെ ദൈവം എവിടെയോ ഇരിക്കുന്നവനല്ല, ആവശ്യ സമയത്ത് ഇറങ്ങി വരുന്ന ദൈവം. വിശന്നപ്പോൾ മഞ്ഞയായി ഇറങ്ങി വന്നു, ദാഹിച്ചപ്പോൾ വെള്ളമായി ഇറങ്ങി വന്നു, ഇറച്ചിക്ക് വേണ്ടി കൊതിച്ചപ്പോൾ സീനായി സമതലത്തിൽ കാലപക്ഷിയായി ഇറങ്ങി വന്നു.
അച്ഛൻ്റെ കൈകളിലൂടെ അത്താരി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ അവൻ ഇറങ്ങി വരും. കാണുന്നവൻ, കേൾക്കുന്നവൻ, അറിയുന്നവൻ, ഇറങ്ങി വരുന്നവൻ. രോഗാവസ്ഥയിൽ ഒരു ഡോക്ടറുടെ, ഒരു നേഴ്സിൻ്റെ രൂപത്തിൽ, മരുന്നിൻ്റെ രൂപത്തിൽ അവൻ ഇറങ്ങി വരുന്നു. അവൻ ഇറങ്ങി വരുന്നു. ഓരോരോ സാഹചര്യത്തിലും അവൻ കടന്നു വരുന്നു, ഇറങ്ങി വരുന്നവൻ. ഇതാണ് ദൈവം. ഈ ദൈവത്തെ വിളിച്ച ദൈവം അപേക്ഷിച്ചില്ല. ഈ ദൈവത്തിന് ഇന്ദ്രിയങ്ങളില്ല. നിങ്ങൾക്കും എനിക്കും ഇന്ദ്രിയങ്ങളുണ്ട്. ഈ ദൈവത്തിന് രൂപമില്ല, അരൂപിയാണ്. നമുക്ക് രൂപമുണ്ട്. അതുകൊണ്ട് ഇന്ദ്രിയമില്ലാത്ത ദൈവത്തെ മനുഷ്യനെ പഠിപ്പിക്കുവാൻ ദൈവം അയച്ചു തൻ്റെ പരിശുദ്ധരായ പ്രവാചകന്മാരെ. ദൈവത്തിൻ്റെ പരിശുദ്ധരായ പ്രവാചകന്മാരെ അയച്ചു ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ. പ്രവാചകന്മാരുടെ ശൈലി എന്താ? മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം എടുത്തിട്ട് ദൈവത്തെക്കുറിച്ച് മനുഷ്യരെ പഠിപ്പിച്ചു. ലോകത്തിലുള്ള ഓരോ സ്നേഹത്തെയും മോഡലാക്കിയിട്ട് പറഞ്ഞു, ഈ സ്നേഹം മാഞ്ഞു പോയാലും ദൈവത്തിൻ്റെ സ്നേഹം മാഞ്ഞില്ല. ഇതായിരുന്നു പ്രവാചകന്മാരുടെ ശൈലി. പഴയ നിയമത്തിൽ അപേക്ഷിതരായ ദൈവം ഏറ്റവും വലിയ സ്നേഹമാണെന്ന് ആഴമായി പഠിപ്പിച്ച പ്രവാചകനായിരുന്നു ഹോസിയ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം BC 589 മുതൽ 532 വരെ. ഹോസിയ പ്രവാചകൻ നോക്കിയപ്പോൾ സൂര്യന് കീഴിലെ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്തൃ സ്നേഹം. ഹോസിയ പറഞ്ഞു, ഭാര്യാഭർത്തൃ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തന്നെ മക്കളെ മറക്കുകയില്ല. ഏറ്റവും വലിയ സ്നേഹത്തെക്കാൾ വലുത് ദൈവത്തിൻ്റെ സ്നേഹം. കല്യാണം കഴിച്ചവരോട് ചോദിച്ചാൽ പറയും, ഏറ്റവും വലിയ സ്നേഹം ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ. എഫേസ്യർ ലേഖനം 5:22 പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചെയ്യും, സ്ത്രീ മാതാപിതാക്കളെ വിട്ട് ഭർത്താവിനോട് ചെയ്യും. വിട്ടേച്ചു പോകുന്ന ഒരു സ്നേഹമേ ഉള്ളൂ, അത് ദാമ്പത്യ സ്നേഹമാണ്. വിട്ടേച്ചു പോകുന്ന സ്നേഹം ഏറ്റവും വലിയ സ്നേഹം അതാണ്. കഴിഞ്ഞ വർഷം ഓണത്തിന് ബാംഗ്ലൂർ മലയാളികളുടെ ഓണ ആഘോഷത്തിൽ പ്രസംഗത്തിന് എന്നെ വിളിച്ചു. ഉദ്ഘാടകൻ നടൻ ശ്രീനിവാസൻ. ഞാനും ശ്രീനിവാസൻ ഒരുമിച്ച് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റിൽ പോരുമ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, അച്ഛാ, ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് ശേഷം ഞാൻ പിടിക്കുന്ന പടമൊന്നും അധികം വിജയിക്കുന്നില്ല. ഇനി ഒരു പടം ഞാൻ പിടിക്കുകയാണെങ്കിൽ അപ്പനെയും അമ്മയെയും വിട്ടിട്ട് ഭർത്താവിൻ്റെ പുറകെ പോരുന്ന സ്ത്രീക്ക് അവർക്ക് നഷ്ടപ്പെട്ട അപ്പൻ്റെ സ്നേഹം, ആങ്ങളയുടെ സ്നേഹം, കുടുംബത്തിൻ്റെ സ്നേഹം മുഴുവൻ ഒറ്റയ്ക്ക് ഭർത്താവും വീട്ടുകാരും കൊടുക്കണം. അങ്ങനെ കൊടുത്താലേ കുടുംബം വിജയിക്കൂ. ആ ഒരു ടീമിൽ ഒരു പടമിറക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. സിനിമാക്കാർക്കറിയാം കുടുംബജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വെള്ളിമൂങ്ങ എന്ന സിനിമ സൂപ്പർ ഹിറ്റായി 3 വർഷം മുമ്പ്. അതിനുശേഷം നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകത്ത് സിന്ധുരാജിയുടെ കോട്ടയത്ത് ആശ്രമത്തിൽ എന്നെ കാണാൻ എന്നോട് ചോദിച്ചു, അച്ഛൻ യൂട്യൂബ് പ്രസംഗങ്ങൾ മൊത്തം ഞങ്ങളെടുത്തിട്ട് ഒരു സിനിമയാക്കിയാൽ അച്ഛൻ എതിർപ്പുണ്ട്. ഞാൻ പറഞ്ഞു, അത് ആൾക്കാർ പ്രസംഗമായി കാണട്ടെ, വേറെ വല്ല കഥയുണ്ടെ പറയാമെങ്കിൽ എൻ്റെ ഭാവന ചേർന്ന് തരാം. അപ്പോൾ പറഞ്ഞു, ചങ്ങനാശ്ശേരിക്കാരൻ ഒരു ജെയിംസിൻ്റെ ചെറുകഥ ഞങ്ങളുടെ ഉള്ളൂ. ഒരു സിനിമയുടെ ഇടവേള വരെ കൊണ്ടുപോകാൻ ആ കഥ മതി, അത് കഴിഞ്ഞ് പൊടിക്കുന്നില്ല. പറഞ്ഞു, പറ, 2ാം ഭാഗം ഞാൻ ഒന്ന് പൂരിപ്പിച്ച് തരാനായിട്ട് നോക്കാം. അപ്പോൾ അവർ പറഞ്ഞു, ഒരുത്തൻ കല്യാണം കഴിച്ചു 2 മക്കളുമായി. കുറേ നാൾ കഴിഞ്ഞപ്പം വേറെ പെണ്ണുങ്ങളെ നോക്കാൻ അവന് വല്ലാത്ത ഒരാവേശം. ആളുകളുടെ മനഃശാസ്ത്രമാണ്, മോശമായിട്ടല്ല. കല്യാണം കഴിഞ്ഞ് ഒരു 7 വർഷം കഴിയുമ്പം വേറെ പെണ്ണുങ്ങളെ ചുമ്മാ ഒന്ന് നോക്കാൻ തോന്നും. അതിന് അമേരിക്കൻ മനഃശാസ്ത്രം വിളിക്കുന്ന വാക്ക് ആണുങ്ങളുടെ 7ാം വർഷത്തെ ചൊറിച്ചിൽ എന്നാണ് അതിൽ വിളിക്കുന്ന വാക്ക്. പക്ഷെ കുറേ നാൾ കഴിഞ്ഞപ്പം അവന് തോന്നി, ഇങ്ങനെ നോക്കിയാൽ മക്കൾ പേടിച്ചു പോയാൽ അവൻ തിരിച്ച് സ്വന്തം ഭാര്യയിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ അവളുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ അവൻ എന്തു ചെയ്യണം? അച്ഛൻ ധ്യാനത്തിൽ പറയുന്നത് പോലെ ഒന്ന് പറഞ്ഞു തരാം. ഞാൻ തിരക്കഥാകത്ത് സിന്ധുരാജിനെ അടിയിലിരുത്തി 1.5 മണിക്കൂർ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അവൾ എന്നാ പറഞ്ഞാലും ഒന്നും വിടാതെ വടി വീഴുന്ന പോലെ നിന്ന് കൊടുക്കണം. തുണി അലക്കി കൊടുക്കണം, അലക്കി തുണി തിരിച്ചു കൊടുക്കണം. കറി ഉറക്കി കൊടുക്കണം, പാത്രം വെട്ടി കൊടുക്കണം, തറ തുറച്ചു കൊടുക്കണം. അങ്ങനെ കുറേ നാൾ കഴിയുമ്പം അവൾക്ക് അനുകമ്പ തോന്നും, നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ പറ്റും.
സിന്ധിരാജ് 1.5 മണിക്കൂർ സമയം ഞാൻ പറഞ്ഞതെല്ലാം കുറിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാവന കൂട്ടിച്ചേർത്തു. അത് മലയാള സിനിമ സൂപ്പർ ഹിറ്റായിട്ട് ഇറങ്ങി 2 വർഷം മുമ്പ്. അപ്പോൾ അതിനുള്ള അവാർഡ് മോഹൻലാലിനും നീനായിരിക്കും എനിക്കും കൂടി കല്ലൂർശ്ശേരിയിൽ വെച്ച് അവർ തന്നു. ആ സിനിമയായിരുന്നു മുന്തിരി വണ്ടികൾ തകർക്കുമ്പോൾ. എൻ്റെ ഒരു ധ്യാനപുസ്തകമാണ്. സെക്കൻഡ് ഹാഫ് മുതൽ എൻ്റെ ധ്യാനപുസ്തകം തിരക്കഥയായി കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ സിനിമക്കാർക്ക് അറിയാം കുടുംബജീവിതം പ്രധാനപ്പെടും. പോസിയ പറയുന്നു ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹം. ഞങ്ങളുടെ വീട്ടിൽ 2 മക്കളാണ്. എൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചതാണ്. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ച നാളുകളിൽ അമ്മയ്ക്ക് പിടിയില്ലേ. ജ്യേഷ്ഠൻ മാതാപിതാക്കളെ വിട്ടു. ഞാൻ അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി 10:30 എൻ്റെ അമ്മ ഞാൻ കിടക്കുന്ന കട്ടിൻ്റെ അടുത്ത് ഒരു കസേര വലിച്ചിട്ടിരിക്കും. എന്നിട്ട് പറയും, എൻ്റെ മോനെ ആൺപിള്ളേർ പെണ്ണ് കെട്ടിക്കഴിയുമ്പോൾ മനസ്സ് മാറുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. എന്നാ പറയാന്, മോൻ്റെ ചേട്ടൻ്റെ കയ്യിൽ എടുത്താൽ മതി എന്തോ ഒരു മാറ്റം. കഴിഞ്ഞ തിങ്കളാഴ്ച അവൻ 10 അയല മേടിച്ചിട്ട് എനിക്കൊരു അയലയുടെ വാല് ഒരു 1000 കൂട്ടാനുള്ള ഭാഗ്യം പോലും ഇല്ലാതെ പോയി. എന്നൊരു മാറ്റം. ഞാൻ പറഞ്ഞു, അമ്മേ ഞാനിപ്പോൾ ഉറങ്ങി, ബാക്കി നാളെ പറയാം എന്ന് പറഞ്ഞ അമ്മ എഴുന്നേറ്റ് പോകും. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് പരിഗണിച്ച് ഈ വിട്ടേച്ച് പോകുന്നതുകൊണ്ട് ആണുങ്ങൾ കെട്ടുമ്പം വരയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പം വേർക്കുന്ന കാണാം. വിട്ടേച്ചുള്ള പോക്ക് ഏത് പട്ടാളക്കാരനാണെങ്കിലും കരസേനാ മേധാവിയാണെങ്കിലും തോക്ക് പിടിക്കുമ്പം വരയ്ക്കാത്ത കൈ, താലി പിടിക്കുമ്പം വരയ്ക്കും. കാരണം പട്ടാളക്കാരന് പോലും അറിയാം 2ാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്ന് മുതൽ തുടങ്ങുന്ന 3ാം ലോകമഹായുദ്ധം അവൻ സഹിക്കാൻ പറഞ്ഞു. അപ്പനും 6 വയസ്സുള്ള മോനും വീടിൻ്റെ വരാന്തകൾ നോക്കി അപ്പൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോയിൽ അപ്പനും ചിരിക്കുന്നു. മോൻ പറഞ്ഞു, പപ്പ കല്യാണത്തിൻ്റെ അന്ന് പപ്പാടെ ചിരി എന്നാന്നല്ല ചിരിയായിരുന്നു. പപ്പ പറഞ്ഞു, മോനെ അതിൻ്റെ അപ്പൻ്റെ ഒടുക്കത്തെ ചിരിയായിരുന്നു, പിന്നെ ഇന്ന് വരെ ചിരിച്ചിട്ടില്ല. ഞാൻ കുറേ നാൾ മുമ്പ് എൻ്റെ സുഹൃത്തായ ഒരു കണക്കധ്യാപകനെ കെട്ടിച്ചു. അവൻ കെട്ടിയത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറെയാണ്. ചൂരലിൻ്റെ നാലിൻ്റെ പകുതിയിൽ പതി കട്ടിയുള്ള ചീകുന്നൂർ കെട്ടിതാലി പോലെ ഇവിടെ പെടലിയെ കിട്ടുമ്പം ഇവൻ്റെ കൈ ഉറങ്ങുന്നില്ല. ചിത്തശലം തേൻ പിടിക്കാൻ വേണ്ടി പൂവിൻ്റെ മണ്ടേ കൂടെ കറങ്ങണ പോലെ കൈ തെന്നി പോകുന്നു. അവസാനം കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടെ ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ ആശ്രമത്തിൽ പോയി. കേക്ക് ആശീർവദിച്ച് മുറിച്ച് 2 ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. തമ്മിൽ മുഴുത്ത കഷ്ണം ഞാനും എടുത്തു. ബാക്കി അലമായി വെച്ച് കൂട്ടി. ഇറങ്ങി പോകുമ്പോൾ ഇവൻ്റെ തോളെ തന്നെ ഞാൻ ചോദിച്ചു, പേടിക്കൊണ്ട കണക്കധ്യാപക എന്നാ വേറെയാളാ കളിച്ചത്? സ്വന്തമായിട്ട് ഒരു പെണ്ണിനെ കിട്ടുമ്പം കുറേ ധൈര്യമല്ലേ വരേണ്ടത്? അവൻ ചോദിച്ചു, ആഹാ അച്ഛ, അത് വിറയാണെന്നാണ് അച്ഛൻ ഓർത്തെ. ഞാൻ പറഞ്ഞു, കൈ കിടങ്ങനെ തുള്ളുന്നത് വിറയല്ലാതെ വേറെ വല്ലതുമാണോ? പിന്നെ പൊന്നച്ച, വിറച്ചതല്ല, ഇത് പിള്ളകളിയാണ്. കത്തോലിക്ക സഭയിൽ ഗൗരവമുള്ള ഒരു കൂതാശയുടെ സ്വീകരണമല്ലേ, വിറച്ചതല്ലച്ചാ. പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. പുരുഷൻ മാതാപിതാക്കളുടെ ഭാഗ്യം വിളിച്ച് സൂര്യനികയിലെ ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹം. അതുകൊണ്ടാണ് ബൈബിൾ മനോഹരമായി കുടുംബത്തെക്കുറിച്ച് ചിത്രീകരിച്ചിരിക്കുക. ബൈബിളിൽ പറയുന്ന വാക്കുണ്ട്, പുരുഷനെ ദൈവം ഗാഠനിദ്രയിലാക്കിയിട്ട് സ്ത്രീക്ക് ജന്മം കൊടുത്തെന്നാണ്. ബൈബിളിൽ ചില വാക്കുകൾ ചുരുക്കം പ്രാവശ്യമേ ഉള്ളൂ. അങ്ങനെ ചുരുക്കം പ്രാവശ്യമുള്ള ഒരു വാക്കാണ് ഗാഠനിദ്ര. ആർക്കാണ് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഠനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങണ ഉറങ്ങും. മനസ്സമാധാനത്തോടുള്ള ഒരു അവസാനത്തെ ഉറക്കം കിട്ടാനുള്ള മരുന്നുണ്ട്, സുഖമായി കിടന്ന് ഉറങ്ങുക. ഇപ്പൊ ദൈവം തീരുമാനിച്ചു എല്ലെടുക്കണം. എവിടുത്തെ? ആദ്യം ആദത്തിന്റെ തലയെ പിടിച്ചു. ഇവിടുന്ന് എല്ലെടുത്താലോ? ദൈവം തന്നെ ഞെക്കി പറഞ്ഞു, തലേന്ന് എല്ലെടുത്താൽ ഇവിടെ തലയിൽ കഴിയുന്ന നേരം തലയിലെ വേണ്ട. കാലയെ പിടിച്ചു. ഇവിടുന്ന് എടുത്താലോ ഇവന്റെ ചവിട്ട് കൊണ്ട് കഴിക്കേണ്ടി വരും. ഹൃദയത്തെ പൊതിയുന്ന ഭാര്യയുടെ സ്ത്രീക്ക് ജന്മം കൊടുത്തു. നരനിൽ നിന്നും എടുക്കപ്പെടുന്നതുകൊണ്ട് നാരി എന്ന് വിളിക്കപ്പെടും. കോഴിക്കോട് പ്രദേശത്ത് അല്പം കുടിക്കുന്നവരും മുൻകോപമുള്ള ആണുങ്ങളെ കാണാം. ഉൾപ്രദേശമാണ്, കുടിയേറ്റ സ്ഥലങ്ങളാണ് ആദ്യത്തെ.
കുടിയും മുൻകോപം വരുമ്പോൾ പല ആണുങ്ങളും നാരിയുടെ രായനെ അടിവിട്ട് കുനിപ്പ് കാണുകയില്ല, ബാക്കിയെ കാണുകയുള്ളൂ. നരനും നാരിയുമായി സൃഷ്ടിച്ചു. അവളെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു. ലോകത്ത് ചില ഐറ്റങ്ങൾ ആരംഭിച്ചത് പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. വർത്തമാനം പറച്ചില്, ചിരി, കരച്ചില്, നെഞ്ചത്തിരി, ഏങ്ങലി, ഇതൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. വർത്തമാനം പറച്ചിൽ ആരംഭിച്ചത് പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. സായിപ്പന്മാർ പറയും പർദീസയിലെ ആദ്യ ഭാഷ ഇംഗ്ലീഷായിരുന്നു. ഞെട്ടി എന്നിട്ട് പുരുഷൻ നോക്കുമ്പം ഒരു സുന്ദരി പെണ്ണ് മന്ദം മന്ദം നടന്നു നീങ്ങുന്നു. അവളെ നോക്കി അവൻ സ്വയം പരിചയപ്പെടുത്തി ഇംഗ്ലീഷ് ഭാഷയിൽ. എങ്ങനെ? മാഡം, ഐ ആം ആഡം. അങ്ങനെ വർത്തമാനം ആരംഭിച്ചെന്നാണ്. മലയാള ഭാഷാപ്രേമി പറയും പർദീസിലെ ആദ്യ ഭാഷ മലയാളം. അവിടെ നോക്കി ആദം പറഞ്ഞു നീ പോകരുത്, ഹേ വാ. അങ്ങനെ ഹൗവ എന്ന വാക്കുണ്ടായി. സംസാരം ആരംഭിച്ചെന്നാണ് പറയുക. മലയാളികളെക്കാൾ തമിഴന്മാർക്ക് അറിയാവുന്നത് പെണ്ണുങ്ങൾ കൂടുതൽ വർത്താനം പറയും. ഒരു തമിഴൻ സ്വന്തം ഭാര്യയെ വിളിക്കുന്ന പേര് തന്നെ സംസാരം എന്നാണ്. കാരണം ഒത്തുപോകുന്നത് കൊണ്ട്. കഴിഞ്ഞ വർഷം അതിരമ്പുഴപ്പള്ളി പെരുന്നാളിൽ വെടിക്കെട്ടിന് വികാരിച്ചിലെ അനൗൺസ്മെന്റ് അമ്മട്ടെ കൊണ്ട് വാണം കഥകൾ ഇത് കൊടുന്നേക്കാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് സഹോദരിമാരും അല്പം സ്വരം താഴ്ത്തി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു കെട്ടിയവൻ ഭാര്യയോട് നേടി ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി വെറും 7000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 14,000-വും അതിൽ കൂടുതലും വാക്കുകളാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെ പോലുള്ള കിഴങ്ങന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നെങ്കിൽ ഞങ്ങളുടെ പാവം പെണ്ണുങ്ങളെല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7,000 14,000 ആയിരുന്നു. അവൻ ചോദിച്ചു എന്നാലും നീ പറഞ്ഞു കണ്ടോ? അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാൽ കിട്ടുള്ളൂ. സംസാരം ആരംഭിച്ചു. ഒപ്പം ചിരി. ലോകത്തെ ഏറ്റവും നല്ല ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. അത് ആണുങ്ങൾക്ക് അറിയുന്നുണ്ട്. എത്ര മനപ്രയാസമുള്ള ഭർത്താവും പുറത്തു പോയി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യ ചിരിച്ചുകൊണ്ട് വാതിൽ നിന്നു അവൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകൾ പോലെ ഉരുകി പോകുന്നു. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടവലിഞ്ഞ പോലെ 3 മിനിറ്റ് ഒറ്റപ്പെടുത്തും. അവൻ്റെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങനെ ഏറ്റവും പെണ്ണുങ്ങൾ ചിരിച്ചോ വീട്ടിൽ സമാധാനമുള്ളൂ. ചൊല്ലിക്കാരി ഓർത്തോണം, ഒരുമാതിരി ആക്കുന്ന ചിരിയുണ്ട്. അതല്ല, മര്യാദയിൽ ചിരിച്ചാൽ ആണുങ്ങളെ നേടാൻ പറ്റുന്നതാണ്. ആണുങ്ങൾ ചിരിക്കുന്നതും ഇഷ്ടപ്പെട്ട പെണ്ണിനെക്കാളുമ്പോഴാണ്. രാഷ്ട്രീയക്കാർ പറയാറുണ്ട് ഒരിക്കലും ചിരിക്കാത്ത മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യറായി കണ്ടപ്പോഴാണ്. അന്ന് ചിരിച്ചിട്ടുണ്ടെന്ന്. ചിരി. 2 കരച്ചിൽ. പെണ്ണുങ്ങൾ കരഞ്ഞോ ആണുങ്ങളെ കഥ കഴിയും. കാമുകി കരഞ്ഞാൽ കാമുകൻ ഉരുകും. ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് അയയും. മോള് കരഞ്ഞാൽ അപ്പൻ അരിയും. പെങ്ങള് കരഞ്ഞാൽ ആങ്ങള വീഴും. ആണുങ്ങൾക്ക് കുഴപ്പമുണ്ട്. മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നതുകൊണ്ട് വെള്ളം വീണാൽ പെട്ടെന്ന് അരിത്തു പോവും, കുഴഞ്ഞു പോവും. പക്ഷെ പെണ്ണുങ്ങളെ ആശ പിടിച്ചാൽ പോലും ഇളക്കാൻ പറ്റിയല്ല, എല്ലാം ഉണ്ടായി എന്നാണ് പറയുക. ഇവിടെ ഹോസിയ പ്രവാചകൻ പറയും സൂര്യന് കീഴെ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്തൃ സ്നേഹം. ആ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തന്റെ മക്കളെ മറക്കില്ല പഠിപ്പിച്ചു ഹോസിയ. 2 യേശയ്യ നോക്കിയപ്പോൾ ഏറ്റവും വലിയ സ്നേഹം പെറ്റ തള്ളയും കുഞ്ഞും തമ്മിലാണ്. യേശയ്യ 49:16. മുല പിടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുന്നു. അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ലോകത്തിൽ ഏറ്റവും വലിയ സ്നേഹം അമ്മയും കുഞ്ഞും തമ്മിൽ യേശയ്യ പറയുന്നത്. സാധാരണ രീതിയിൽ ഒരമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ പറ്റിയല്ല. ചെറിയ അമ്മമാര് മറക്കാം. ഭ്രൂണഹത്യയുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർ, ചെറിയ വലിയ മക്കളെ വിൽക്കുന്നവർ. അടുത്ത കാലത്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുടെ എണ്ണം നാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ട്. പള്ളിയുടെ സ്റ്റെപ്പിൽ, ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ അടുത്ത്, കുറ്റിക്കാട് ബസ് സ്റ്റാൻഡിൽ കുഞ്ഞുങ്ങളെ തള്ളിക്കളയുന്ന അമ്മമാർ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ഒരു സ്ത്രീ 8 മാസം പ്രായമായ മോനെയും കൊണ്ട് ബസ്സിൽ വന്നിറങ്ങിയതാണ്. ബസ്സിൽ ഇറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ അടിച്ചു. മൊബൈൽ ഫോണിലൂടെ മറുപടിയും പറഞ്ഞു പോയി. മോനെ സീറ്റിൽ വെച്ച് മറന്നിട്ട്. പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞ് മേലശിവ പോലീസ് സ്റ്റേഷനിലും കുഞ്ഞിനെ കണ്ടുപിടിക്കുന്ന അമ്മ. അമ്മ മറക്കാം. യേശയ്യ പറയുന്നു
മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? ഇന്ന് ഏഷ്യ, കോഴിക്കോട്, മടുക്ക, പട്ടമ്പതാൽ, മുണ്ടക്കയം ഈ ഭാഗങ്ങൾ വന്നാൽ ഈ വാക്ക് പറയാൻ പറ്റുമോ? പണ്ട് നല്ല തള്ളമാര് മക്കളെ 3 വയസ്സ് വരെ മുല കുടിപ്പിക്കുമായിരുന്നു, ആഘോഷമായിട്ട് അവസാനിപ്പിക്കുമായിരുന്നു. ഇന്ന് അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് സംസ്കാരം വന്നപ്പോൾ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾക്ക് ഒരു തോന്നൽ, അമ്മയുടെ മുലപ്പാൽ കുടിച്ച് കൊച്ചു വളർന്നാൽ അമ്മയുടെ ശരീരത്തിൻ്റെ ഷേപ്പ് പോകും. അതുകൊണ്ട് 3 മാസം പ്രായമായ കുഞ്ഞിൻ്റെ 4 ഇഞ്ച് വണ്ണമുള്ള വായി 5 ഇഞ്ച് വണ്ണമുള്ള കമരി കമ്പി നിപ്പിള് കുപ്പി കുത്തിയിരിക്കും. എരുമപ്പാല്, ആട്ടുംപാല്, പശുവും പാല്. എന്നിട്ട് പറയും, ഞൊട്ടി ഞൊണയടാ കുഞ്ഞിരാമ, ആഞ്ഞു വലിക്കടാ കൊച്ചിരാമ. മുലപ്പാൽ കുടിച്ചാൽ അമ്മയുടെ ഷേപ്പ് പോവും. കൊച്ചി കട്ടിലേ കിടന്ന് 2 കൈയും കാലുകൊണ്ട് അടിച്ചുകൊണ്ട് പറയുക, വളർന്ന് വരക്കടി 20 വയസ്സാകട്ടെ, ഇതിൻ്റെ ഷേപ്പ് ഞാൻ മൊത്തം മാറ്റിക്കോളാം. ചില മക്കളും മറ്റും വളർന്നു വരുമ്പോൾ അമ്മേനെ വിളിക്കുകയല്ല, മേ, കാരണം ആട്ടുംപാലാ വിളിച്ചു വന്നത്, അങ്ങനെയും വിളിക്കാൻ പറ്റും. ഇവിടെയാണ് പറയുക, അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. യേശയ്യ. 3 എസെക്കിയേൽ. എസെക്കിയേൽ ആട്ടിടയനാണ്. ഇടയനായി എസെക്കിയേൽ ഇടയന്റെ ഭാഷയിലാണ് ദൈവത്തിന്റെ സ്നേഹത്തെ പറയുക. എസെക്കിയേൽ പറയുന്നു, ഇടയൻ ആടിനെ മറന്നാലും ദൈവം തന്റെ ജനത്തെ മറക്കുകയില്ല. അന്ന് ചെന്നായി ആടിനുമേൽ ചാടി വീഴുമ്പോൾ ഇടയൻ മരിച്ചാലും ഇടയൻ മുറിവേറ്റാലും ആടിനെ രക്ഷിക്കും ചെന്നായെ നേരിട്ടിട്ട്. ആ സമൂഹത്തില പറയുക, ഇടയൻ ആടിനെ മറന്നാലും ദൈവം തന്റെ മക്കളെ മറക്കില്ല. പഠിപ്പിച്ചു എസെക്കിയേൽ. 4 ജെറമിയ. ജെറമിയ മൺപാത്രങ്ങൾ മെനയുന്ന കുശവനാണ്. കുശവന്റെ സമൂഹത്തിൽ നിന്ന് കടന്നു വന്ന പ്രവാചകനാണ് ജെറമിയ. അതുകൊണ്ട് 18-ാം അധ്യായത്തിൽ ജെറമിയ പറയുന്നു, കുശവൻ താൻ മെനഞ്ഞെടുത്ത കുടത്തെ മറന്നാലും ദൈവം താൻ രൂപപ്പെടുത്തിയ മനുഷ്യനെ മറക്കുകയല്ല. അപ്പോൾ ഹോസിയ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ, യേശയ്യ അമ്മ കുഞ്ഞ് ബന്ധത്തിന്റെ വെളിച്ചത്തിൽ, എസെക്കിയേൽ ഇടയൻ ആട് ബന്ധത്തിന്റെ വെളിച്ചത്തിൽ, ജെറമിയ കുശവൻ കുടം ബന്ധത്തിന്റെ വെളിച്ചത്തിൽ. ഇവരെല്ലാവരും പറഞ്ഞത് ദൈവത്തിന്റെ ഭക്തനായ സങ്കീർത്തകൻ ഒറ്റ വാക്യത്തിൽ സംബന്ധിച്ചു. സങ്കീർത്തനം 103:8. കർത്താവ് കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. ഒറ്റ വാക്യം. ദൈവത്തെ അനുഭവിച്ച സങ്കീർത്തകന് ദൈവത്തെ കുറിച്ച് പറയാൻ ഒരു വാക്കേ ഉള്ളൂ, ദൈവം സ്നേഹനിധി. ബൈബിൾ അർത്ഥമുള്ള പേരുകൾ, അർത്ഥമില്ലാത്ത പേരുകൾ ഒരിക്കലും ബൈബിൾ ഇടുകയില്ല. ആദത്തിനും ഹവ്വായ്ക്കും ഒരു മോനുണ്ടായി. ഇട്ട പേര് കായേൻ. കായേൻ എന്ന വാക്കിന്റെ അർത്ഥം ഞങ്ങൾ സമ്പാദിച്ചു. മോശ അർത്ഥം വലിച്ചെടുക്കപ്പെട്ടത്. ഇസ്മായിൽ ദൈവം നിലവിളിക്കുന്നു. ഇസഹാക്ക് അവൻ ചിരിപ്പിക്കുന്നു. ജോസഫ് വളർത്തുന്നത്. ജേക്കബ് കാലെ പിടിച്ച് വലിക്കുന്നത്. തോമസ് ഇരട്ട. തദ്ദേവൂസ് നെഞ്ചറപ്പുള്ളവൻ. യോഹന്നാൻ ദൈവത്തിന്റെ ദാനം. മാർക്കറ്റ് മുത്ത് ഡോണ ഗിഫ്റ്റ്. പേരിന് അർത്ഥമുണ്ട്. അർത്ഥമുള്ള പേരേ ഉള്ളൂ. നമ്മളാണ് അർത്ഥമില്ലാത്ത പേരുകൾ നമ്മളായിട്ടില്ല. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ടാറ്റ എസ്റ്റേറ്റിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു. മലയാളം അറിയാവുന്ന 400 തമിഴ് തൊഴിലാളികളെ. ധ്യാനത്തിന് സമാപന ദിവസം കരിക്കട്ട പോലെ കറുത്ത ഇരുണ്ട ഒരു തമിഴ് വെള്ളം മുണ്ടും വെള്ള ഷർട്ടിന്റെ ചേട്ടയെടുക്കുമെന്ന് പറഞ്ഞു. സ്വാമി തലേ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ചു, നിന്റെ പേരെന്നാ? അവൻ പറഞ്ഞു, വെള്ളച്ചാമി. കണ്ടാ പവർക്കട്ട് പോലെ വെള്ളച്ചാമി. ഇടുന്ന പേരും ഷെയ്ക്കുന്നവർ ഒരു ബന്ധം വേണമെന്നില്ല. പക്ഷെ ദൈവത്തിന് ഒരു പേരിട്ടാൽ പേര് പോലെ ഷെയ്പ്പ്, പേര് പോലെ പെരുമാറ്റം, പേര് പോലെ സ്വഭാവം. അവൻ കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. കരുണാവാരിധിയും സ്നേഹനിധിയുമാണ് ദൈവം. തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം നിങ്ങളും ഞാനും അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് ഭർത്താവ് എത്ര വേദനിപ്പിച്ചാലും മക്കൾ എത്ര നൊമ്പരപ്പെടുത്തിയാലും ക്ഷമിച്ചു നിൽക്കാൻ ഒരമ്മയ്ക്ക് പറ്റുന്നത് ദൈവസ്നേഹത്തിന്റെ ആഴം ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. പരാതി പറയുന്ന ഭാര്യ, പരിഭവിക്കുന്ന മക്കൾ, സാമ്പത്തിക തകർച്ച, അതിനടിയിലും ഒരു ഭർത്താവ് ഗോതമണി പോലെ പൊടിയുന്നത് ദൈവസ്നേഹം ഉള്ളതുകൊണ്ടാണ്.
ഞങ്ങളുടെ സമപ്രായക്കാര് സുന്ദരമായ വേഷം ധരിച്ച് നടക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് അച്ഛന്മാരും മഠത്തിൻ്റെ സിസ്റ്റേഴ്സ് ഏതോ അറബി നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് പോലെ അന്യരിൽ നിന്ന് പൊട്ടി വീണ പോലെ ഒരു പ്രത്യേക വേഷം ധരിച്ച് നടക്കുന്നു. ജൂൺ ജൂലൈ ഓഗസ്റ്റിലെ മഴക്കാലത്ത് അമേരിക്കയിലെ യൂറോപ്പിലെ തണുപ്പത്ത് ഈ കുപ്പായം നല്ല രസമാണ്. പക്ഷെ കേരളത്തിൽ ജനുവരി മുതൽ മെയ് മാസം വരെ ഉച്ചയ്ക്ക് 12 മണി സമയത്ത് ഈ കുപ്പായം ധരിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദോശക്കല്ലിൽ കയറിയിരിക്കുന്ന അനുഭവമാണ്. ലോഹയുടെ ചൂട് സഹിക്കാം, ചില മനുഷ്യരുടെ പെരുമാറ്റം ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഒരു മോൻ അമ്മയെ മസ്ജിദിൽ കൊണ്ടിരുന്നു. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് അരമണിക്കൂർ ടൈം കാറിന് അകത്തിരിക്കുന്ന അമ്മ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് സ്തുതിയോട് സ്തുതി നോക്കുന്നിടത്തെല്ലാം അറബി അച്ഛന്മാര് നിരന്തരം നിൽക്കുന്നു. എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ കോട്ടയിൽ നിന്നും ഭരണങ്ങാനത്തേക്ക് KSRTC ബസ്സിന്റെ സൈഡിൽ നിന്ന് പോരുക. കാറ്റത്ത് അച്ഛൻ്റെ പുറത്ത് തുപ്പി ഇങ്ങനെ വിടന്നു. ഒരു 4 വയസ്സ് പ്രായമുള്ള ചെറുക്കൻ ഓറഞ്ച് പൊളിച്ചു നിന്നിട്ട് അതിൻ്റെ തൊലി ലെറ്ററിന് പോസ്റ്റ് ചെയ്യുന്നത് അച്ഛൻ്റെ പുറകെ ഡിപ്പോസിറ്റ് ചെയ്ത അനുഭവമുണ്ട്. അപ്പം എന്തിൻ്റെയും ഏതിൻ്റെയും നൽകുന്നത് ചിരിക്കാൻ പറ്റണോ, സഹിക്കാൻ പറ്റണോ, ദൈവസ്നേഹത്തിൻ്റെ അഗ്നി നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുക. ഈ സ്നേഹത്തെയാണ് ആരംഭത്തിൽ വിളിച്ചത് അഭയശില. അഭയശില ദൈവം പാറയാണ്. പാറയുടെ 5 പ്രത്യേകത ദൈവത്തിൻ്റെ 5 പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് വിശുദ്ധഗ്രന്ഥം ദൈവത്തെ ശില എന്ന് വിളിക്കുക. പാറയുടെ 5 പ്രത്യേകത ദൈവത്തിൻ്റെ 5 പ്രത്യേകതയാണ്. 1 സ്ഥിരത. കോഴിക്കോട് പ്രദേശത്ത് കുന്നും മലയും പാറക്കൂട്ടങ്ങളും നമ്മൾ കാണുമ്പോൾ അറിയാം. അത് അവിടെ എന്നും ഓർമ്മ വെച്ച കാലങ്ങളിൽ മാറ്റമില്ല. പാറയ്ക്ക് ഒരു സ്ഥിരതയുണ്ട്. 2 വ്യവസ്ഥയില്ല. മഞ്ഞുകാലം, മഴക്കാലം, വെള്ളപ്പൊക്കം, വരൾച്ച, ചൂടുകാറ്റ് എന്തു വന്നാലും അതിനെ ഒരുപോലെ ബേസ് ചെയ്ത് പാറയിരിക്കും. പാറയ്ക്ക് വ്യവസ്ഥയില്ല. 3 മലകൾ, കുന്നുകൾ, പാറകൾ ഒരു പദ്ധതിയാണ്. ദൈവം പ്രകൃതിപ്പിച്ച പദ്ധതിയാണ്. അതൊക്കെ മനുഷ്യൻ തകർക്കുമ്പോൾ ജലം വറ്റും, ഉറവക്കണ്ണികൾ വരളും, ചൂട് കൂടും, പ്രകൃതി തിരിയും. പാറ ഒരു പദ്ധതിയാണ്. 4 പാറ ഒരു പരിപാലനയാണ്. നമുക്ക് ചുറ്റും മലയുള്ളത് കാലാവസ്ഥയെ പരിപാലിക്കും. ഹിമാലയം ഇന്ത്യയെ പരിപാലിക്കും. വിന്ധ്യനും സഹ്യനും കേരളത്തെ പരിപാലിക്കും. ആൽപ്സ് പർവ്വതനിരകൾ യൂറോപ്പിനെ പരിപാലിക്കും. 5 പാറ വ്യക്തിപരമായി ശ്രദ്ധിക്കും. ഒരു മുഴുത്ത ചെരിഞ്ഞ പാറ വെയിലത്ത് 50 പേര് കയറിയാലും 50 പേർക്കും ഒരേ കുളിർമാണ്. ഒരു വലിയ പാറയുടെ കീഴെ മഴയത്ത് 50 പേര് കയറിയാലും 50 പേർക്കും ഒരുപോലെ കൂടാ. ഇതാണ് പാറയുടെ പ്രത്യേകത. ദൈവം പാറയാണ്. 1 സ്ഥിരത. യേശയ്യ 54 10 മുതൽ വാക്യങ്ങൾ. യേശയ്യ 54 10 മുതൽ വാക്യങ്ങൾ. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നും നിന്നോടുകൂടി ഉണ്ടായിരിക്കും. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ അചഞ്ചലമായ സ്നേഹം എന്നും നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ലോകത്ത് എവിടെയെല്ലാം ഇളക്കമില്ലാത്ത സ്നേഹം കാണുന്നു, അത് ദൈവസ്നേഹത്തിൻ്റെ സ്ഥിരതയെ ഓർമ്മിപ്പിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് എടുത്ത് മുടിയൂർക്കര പള്ളിയിൽ കപ്പുച്ചി സഭ നയിച്ച മിഷൻ ധ്യാൻ. മിഷൻ ധ്യാനം എന്ന് പറയുമ്പോൾ 600 വീടുകൾ 7 അച്ഛന്മാർ വരും. ഓരോ വീടും കയറി നീ വെച്ചിരിക്കുന്ന ധ്യാനം, അതാണ് മിഷൻ ധ്യാനം. അപ്പം അങ്ങനെയുള്ള ഒരു ധ്യാനത്തിൽ മെഡിക്കൽ കോളേജിനടുത്തുള്ള കോട്ടേഴ്സ് വെച്ചിരിക്കാൻ എന്നെ പൊതിയത്. ഒരു 13-ാം നമ്പർ വീട്ടിൽ ചെന്നപ്പോൾ പ്രശസ്തയായ ലേഡി ഡോക്ടർ 3 വർഷമായി അവധിയിലാണ്. അവളുടെ ഭർത്താവ് പേര് കേട്ട എഞ്ചിനീയർ. വീടിൻ്റെ മതിലിൻ്റെ മുകളിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയും കാട്ടുവള്ളിപ്പയറും പടർന്നു വന്നപ്പോൾ അദ്ദേഹം ഒരു വലിയ മേശപ്പുറത്ത് ഒരു മുഴുത്ത കസേരയിൽ നിന്ന് അതിൻ്റെ വെട്ടി പോയതാണ്. കസേര തന്നെ താഴെ വീണു പെരഞ്ഞു ഒടിഞ്ഞു. 3 വർഷമായി കഴുത്തിന് താഴത്തേക്ക് തളർന്നു പോയ ഭർത്താവ് ഈ സ്ത്രീ അടുത്തിരുന്ന് തുണി വെള്ളത്തിൽ മുക്കി ദേഹം തുടച്ചു കൊടുക്കുന്നു. ട്യൂബിലൂടെ പാലും ജ്യൂസും പഴച്ചാറും പകർന്നു കൊടുക്കുന്നു. ഞാൻ ചോദിച്ചു, എത്ര നാൾ ഇങ്ങനെ? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ കാവലിന് ദൈവം തന്നതാണെങ്കിൽ ദൈവം തീരുമാനിക്കുന്ന നാൾ വരെ ഇങ്ങനെ. മല കടന്നു പോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും മാറാത്ത ദൈവസ്നേഹത്തിൻ്റെ ഓരോരോ അടയാളങ്ങൾ ഈ ഭൂമിയിൽ ചില വ്യക്തികളിലൂടെ ദൈവം കാണിച്ചു തരും. 1 സ്ഥിരത. 2 വ്യവസ്ഥയില്ല. വ്യവസ്ഥയില്ല.
മഴയത്തും വെയിലത്തും മഞ്ഞത്തും ചൂടത്തും ഒരു വലിയ പാറയ്ക്ക് ഒരു വ്യവസ്ഥയില്ല, അതെല്ലാം സഹിച്ചിരിക്കും. ദൈവത്തിന്റെ സ്നേഹത്തിനും വ്യവസ്ഥകളില്ല. ലൂക്ക 15:20. ലൂക്ക 15:20. സാധാരണ ബൈബിളിൽ ഒരു വാക്യത്തിൽ 1 or 2 ക്രിയകൾ. പക്ഷെ ലൂക്ക 15:20 ഒറ്റ വാക്യത്തിൽ 5 ക്രിയകൾ. ഒറ്റ വാക്യത്തിൽ 5 ക്രിയകൾ. ധൂർത്തപുത്രന്റെ പിതാവ് ചെയ്യുന്ന 5 പ്രവൃത്തികൾ. ലൂക്ക 15:20. പിതാവ് അവനെ ദൂരെ വെച്ച് തന്നെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ധൂർത്തപുത്രൻ വന്ന് പന്നിക്കുഴിയിൽ നിന്നാണ് ചെറിയുടെ ദുർഗന്ധം. ഞാനായിരുന്നു അവൻ്റെ അപ്പനെങ്കിൽ വരുന്ന പാടെ പിയേഴ്സിന്റെ സോപ്പ് കുളിച്ചിട്ട് പാടാൻ മാറുന്നു മണമുടെ ഉമ്മ തരാം. പക്ഷെ അപ്പൻ ചെളിയോടും ചേറോടും കൂടി കെട്ടിപ്പിടിച്ച് മൂത്താവിൽ മുത്തമിട്ടു. പഠിപ്പിക്കുന്ന സന്ദേശം എന്താ? ഞാൻ ഭാവിയാണെങ്കിലും പരിശുദ്ധനാണെങ്കിലും സൽപ്പേരാണെങ്കിലും ദുഷ്പേരാണെങ്കിലും രോഗമാണെങ്കിലും സൗഖ്യമാണെങ്കിലും എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഒരു വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൽ പ്രഭാത നക്ഷത്രം പോലെ ഉദിച്ചു വന്നു പെട്ടെന്ന് മറഞ്ഞുപോയ ആളാണ് ക്രിക്കറ്റ് താരം ശ്രീശാന്ത്. കോഴ വിവാദപ്പെട്ട് ശ്രീശാന്ത് ഡൽഹി തീഹാർ ജയിലിൽ കിടക്കുന്ന ആ ദിവസങ്ങളിൽ ജയിലിൻ്റെ വാതിക്കലുള്ള ഹരിനഗർ പള്ളിയിൽ എൻ്റെ സായാഹ്ന കൺവെൻഷനായിരുന്നു. ഫരീദാബാദ് രൂപതയുടെ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് അച്ഛന്മാരും സിസ്റ്റേഴ്സും കരിസ്മാറ്റിക് നവീകരണാക്കി വന്ന ചില ആത്മാരും ഈ ജയിലിൽ ചെയ്തു. അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുക. കിരൺ ബേദി ജയിൽ സൂപ്രണ്ടായ കാലം മുതലുള്ള ഒരു കീഴ്വഴക്കമാണ് അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിന് വൈകുന്നേരം 2 മണിക്കൂർ ജയിലിൽ ചെന്ന് പ്രാർത്ഥിക്കുക. ഒരാഴ്ച കഴിഞ്ഞ് ശ്രീശാന്ത് ജയിലിൽ ഇറങ്ങി വരുന്നത് POC സമ്പൂർണ്ണ ബൈബിൾ മാറോട് ചേർത്ത് പിടിച്ച അതിൻ്റെ ഫോട്ടോ ഇന്നും ഹരിനഗപ്പള്ളിയുടെ കവാടത്തിൽ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, എനിക്ക് ഒരു പേരുദോഷം വന്നപ്പോൾ ഒറ്റവരും ഉടയവരും എന്നെ മറന്നപ്പോഴും ഉപേക്ഷിച്ചപ്പെടും. എന്നെ മറക്കാതെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ വേദപുസ്തകമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥകളില്ല. 3. പദ്ധതിയുടെ സ്നേഹം. റോമാലേഖനം 8:28. ഒരു പാറ, ഒരു മല ദൈവം വെച്ചിരിക്കുന്ന പ്രകൃതിയുടെ ഒരു പദ്ധതിയായിട്ടാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഒരു പദ്ധതിയുടെ സ്നേഹം ദൈവത്തിന് നമ്മെ കുറിച്ചുണ്ട്. അതിമനോഹരമായ ഒരു പദ്ധതിയുടെ സ്നേഹം. എന്താണ് പദ്ധതി? ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നിൽക്കുന്ന അതിമനോഹരമായ പദ്ധതി എനിക്ക് നിന്നെക്കുറിച്ചുണ്ട്. ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല. കുറേ നാൾ ക്ഷമയോടെ കാത്തിരിക്കുമ്പോഴാണ് അതിൻ്റെ പുറകിലെ പദ്ധതി മനസ്സിലാക്കുക. ഞാൻ 8, 9, 10 ക്ലാസ്സുകളിൽ വലിയ ഗോപാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ രാവിലെ 6 മണിക്ക് അലുമിനിയം തൂക്കുപാത്രത്തിൽ പാല് കൊണ്ടുപോയി അടുത്ത ഇരട്ടിയാറിൻ്റെ ചായക്കടയിൽ കൊടുക്കണം. ആ പൈസ കൊണ്ടുവന്ന് എൻ്റെ അപ്പനെ ഏൽപ്പിക്കണം. വീടിൻ്റെ വരുമാന വഴികൾ അതായിരുന്നു. വൈകുന്നേരം 4 സ്കൂൾ വിട്ട് വന്നാൽ അടുത്തുള്ള പാമ്പാടമ്പാറ കാട്ടിൽ പോയി പുല്ല് ചെത്തി തലച്ചുമടായി കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കണം പശുവിനുള്ള ഭക്ഷണമായിട്ട്. +1, +2 അന്നത്തെ പ്രീഡിഗിരി പഠിച്ചത് നരിയമ്പാറ മലമുകളിലുള്ള ഒരു കോളേജില്ല. രാവിലെ 10 മണി അങ്ങോട്ടും വൈകിട്ട് 10 മണി ഇങ്ങോട്ടും നടന്നുള്ള പഠിത്തം. ഞാൻ ഓർക്കും, അല്പം കൂടെ പൈസയുള്ളവർ സൈക്കിളിൽ വരുന്ന കാണാം, ചില മക്കളെ അപ്പൻ വണ്ടി കൊണ്ട് ഇറങ്ങുന്ന കാണാം. എന്തൊരു കഷ്ടപ്പാട് ദുരിതമെന്ന് അന്ന് ഓർത്തിട്ടുണ്ട്. പരാതിയില്ലെങ്കിലും പരിമിതിയുള്ളതുകൊണ്ട് ഒരു പരിഭവം പറയാതെ ജീവിച്ചു. ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുക. ഞാൻ അച്ഛനായിട്ട് 26ാമത്തെ വർഷമാണ്. ഇതുവരെയായിട്ടും ഒരു ജലദോഷം പോലും പിടിച്ച് ഞാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയ രോഗങ്ങളോ ക്ഷീണങ്ങളോ തുമ്മലോ തലവേദനയൊക്കെ ഇടയ്ക്ക് വന്നല്ലാതെ കാര്യമായ രോഗമൊന്നുമില്ല. അന്നത്തെ നടന്നും കഷ്ടപ്പാടും എനിക്ക് നല്ല എല്ലും കെട്ടി, തൊലിക്കെട്ടി, മനക്കെട്ടി, പ്രതിരോധ ശക്തി ഇതെല്ലാം സമ്മാനിച്ചു. എൻ്റെ കൂടെ അച്ഛന്മാരായ പലർക്കും ഒരു 10 വർഷം മുമ്പേ ഡോക്ടർമാർ കയ്യെപ്പിടി ചോദിക്കാൻ തുടങ്ങി, അച്ഛാ പഞ്ചായത്തിലുണ്ടോ, പാമോയിലുണ്ടോ, മണ്ണെണ്ണയുണ്ടോ, ബാങ്ക് ബാലൻസ് ഉണ്ടോ? ആർക്കാണ് കോമൺവെൽത്ത് സാർ ഏഷ്യാഡ് ഗെയിംസിൽ സ്വർണ്ണമെഡൽ കിട്ടുക?
മരമുട്ടിൽ ഓടിപ്പിടിച്ച മുണ്ടക്കയങ്കാരൻ ജോസഫ് അബ്രഹാം, ഞങ്ങളുടെ നാട്ടുകാരി പ്രിയാസി ബീനാമോൾ ബിജും, മറ്റൊരു മലമുടിയിൽ ഓടിപ്പിടിച്ച VT ഉഷ MD വത്സമ്മ, ഷൈനി അബ്രഹാം, ഷൈനി വിൽസൺ, ഇവർക്കൊക്കെ മെഡൽ കിട്ടുക. നല്ല പ്രതിരോധ ശക്തി എല്ലാം കിട്ടിയോ. സിറ്റിയിലൊക്കെ നല്ല മുതിർന്ന മുതലാളി പെണ്ണുങ്ങളുണ്ട്, കണ്ടാലോ നല്ല മോഡേൺ ബ്രെഡ് പോലെ ഇരിക്കുന്നു. പക്ഷെ കുഞ്ഞിൻ്റെ സ്വർണ്ണ മെഡൽ പോയിട്ട് തെങ്ങിൻ്റെ കവള മെഡൽ പോലും നോക്കാൻ പറ്റിയില്ല. അണത്തെ കിടത്തെ ശ്വാസം കൊണ്ട് ഈയിടെ 5-6 ചേട്ടന്മാര് ഒരുമിച്ച് കൂടിപ്പിടിച്ചിട്ട് എന്തുകൊണ്ടാ മലയാളി പെണ്ണുങ്ങൾ തന്നെ സ്വർണ്ണ മെഡൽ. ഒരു ചേട്ടൻ പറഞ്ഞു, മലയാളി പെണ്ണല്ലേ സ്വർണ്ണമെന്ന് കേട്ടോ, മരണപ്രാണത്തോട് ഒക്കെ ഓട്ടം അത് മുഴുവൻ വാരിക്കൊണ്ടേ പോരും. ഈയിടെ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ സാമ്പാർ വെച്ചിരുന്ന സ്വർണ്ണമാക്കുക. ഒരു കലം സാമ്പാർ 5 മിനിറ്റ് കൊണ്ട് പെണ്ണുങ്ങൾ സ്വർണ്ണമാക്കാൻ തുടങ്ങി. എങ്ങനെയാ? ഒരു കലം സാമ്പാറിലേക്ക് 5 മിനിറ്റിൽ 22 ക്യാരറ്റ് അരിഞ്ഞിട്ടാൽ മതി, അത് സ്വർണ്ണമായിട്ട് മാറുമെന്ന്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും തരുമ്പോൾ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഓരോന്നും ചെയ്യുമ്പോൾ തമ്പുരാൻ ഒരു പദ്ധതിയോട് ഓർക്കുക. ചില കാര്യം കാണുമ്പോൾ പ്രയാസം ക്ഷമയോടെ നിന്ന് കൊടുക്കുക. കാലക്രമത്തിൽ പദ്ധതി വെളിവാക്കി കിട്ടും. നമ്മൾ ഓർക്കുക. ചില നൊമ്പരം വരുമ്പോൾ പെട്ടെന്ന് നിരാശപ്പെടരുത്, മുറുമുറുക്കരുത്, ക്ഷമയോടെ നിന്ന് കൊടുക്കുക. കുറെ കഴിയുമ്പോൾ അതിൻ്റെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. പോളിയോ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയും. പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ തളരാത്ത കയ്യും കാലും കാണുമ്പോൾ ഓർക്കണം, പണ്ട് പോളിയോയുടെ വേദന സഹിച്ചതുകൊണ്ടാണ് ഈ ഭദ്രത കൈവന്നത്. ഡൽഹിയിൽ ജോലിയെടുക്കുന്ന മലയാളി പട്ടാളക്കാർ എന്നും ഉച്ചയ്ക്ക് 12-ക്ക് ഊട്ടുമേശയിൽ ഭക്ഷണം തരും. ഒരു ദിവസം 12:15 ഇയാൾക്ക് വിശന്ന് പൊടല് കഴിഞ്ഞു, കണ്ണിൽ ഇരുട്ടി കയറി. ഡൈനിങ് ഹാളിൽ ചെല്ലുമ്പോൾ പ്ലേറ്റും ഗ്ലാസും കമത്തി വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കും. പ്ലേറ്റിന് കീഴെ ഒരു കവർ നോക്കിയപ്പോൾ ഇംഗ്ലീഷ് അക്ഷരം വലത്തോട് ശരിശേരി എഴുതിയിരിക്കുന്നു. അത് പ്രിയതമ്മയുടെ കൈപ്പടയാണ്. വിശപ്പ് കൊണ്ട് തല വരയ്ക്കുമ്പോഴും കവറൊന്ന് പൊട്ടിച്ചു, കത്തൊന്ന് ഓടിച്ച് വായിച്ചു. ഈ ഭാര്യയ്ക്കൊരു സ്വഭാവം, അകറ്റി എഴുതുപോയി. 1-ാമത്തെ ലൈൻ, പ്രിയപ്പെട്ട ചേട്ട പറയുന്നതുകൊണ്ട് ഷോക്ക് അടിക്കരുത്, ഞാൻ ഒരു ടെൻഷൻ. അല്പം താഴെ നമ്മുടെ ഇളയ കൊച്ചിനെ ഒരു പാമ്പ് കഴിച്ചു. കൂടെ കൊണ്ട് അടിക്കിട്ടിയ പോലെ ബോധം പറഞ്ഞു പോയി. വിശപ്പിൻ്റെ മരപ്പും വാർത്തയുടെ പെരുപ്പും കൂട്ടുമേശയിൽ മുഖമടിച്ച് ഇയാൾ കണ്ടു. 12-ക്ക് സഹപ്രവർത്തകൻ ഉണ്ണാൻ വന്നപ്പോൾ ഇയാൾ അർദ്ധബോധാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നു. അവർ മുഖത്ത് വെള്ളം തെളിച്ചു, കയ്യിലെ കടലാസ് മേടിച്ചു, വെളുത്തി ഒന്നുകൂടെ കാണിച്ചു. ഇയാൾ സാവധാനം വായിച്ചു തുടങ്ങി. അകലങ്ങളിൽ, പ്രിയപ്പെട്ട ചേട്ട പറയുന്നതുകൊണ്ട് ഷോക്കടിക്കരുത്. അല്പം താഴെ ഇളയ കൊച്ചിനെ ഒരു പാമ്പ് കഴിച്ചു. കുറെ കൂടെ താഴെ, പക്ഷെ സാരപ്പെട്ടില്ല, കീഴെ കഴിച്ചത് നീർക്കോലിപ്പാമ്പായിരുന്നു. അതിനുള്ള വിഷത്തിന് മരുന്ന് കൊടുത്തപ്പോൾ കൊച്ചിൻ്റെ വിട്ടു മാറാത്ത പഴയ കരത്തിനും ചൊല്ലി മാറി തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ പാമ്പുകളുടെ രൂപത്തിൽ ദൈവാനുഗ്രഹമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പെരുക്കും ഇതിന് വിശേഷമൊന്നുമില്ല. മറ്റ് വിശേഷങ്ങൾ ചേട്ടൻ ക്രിസ്മസിന് വരുമ്പം നേരി പറയാം. നിർത്തട്ടെ എന്നോ ചേട്ടൻ്റെ സ്വന്തം തങ്കമ്മ ഉമ്മ എന്ന് പറഞ്ഞ് കഥ എഴുതിയില്ല. തുടങ്ങിയത് പാമ്പുകടിയായില്ല, തീരുന്നത് തങ്കമ്മയുടെ ഉമ്മയായിട്ടാണ്. ഇതിനെ ചെയ്ത് പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനുള്ള നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ പദ്ധതി. പാറ പോലെ ദൈവത്തിൻ്റെ പദ്ധതി, ശുഭമായ പദ്ധതി. 4, പാറ പരിപാലിക്കും. മലകൾ ദേശത്തെ പരിപാലിക്കും, ദൈവവും പരിപാലിക്കും. എങ്ങനെ? നിയമാവർത്തനം 32:10 മുതലുള്ള വാക്യങ്ങൾ. നിയമാവർത്തന പുസ്തകം 32:10 മുതലുള്ള വാക്യങ്ങൾ. തള്ളക്കഴുകൻ അതിന് കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. കൂടിന്മേൽ ചെറുകിൽ കടിക്കുകയും ചെറുകിൽ കുഞ്ഞിനെ വഹിക്കുകയും ചെയ്യുന്ന അമ്മക്കഴുകനെ പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. ഇപ്പം ദൈവത്തിൻ്റെ സ്നേഹം പരിപാലനയാണ്. എങ്ങനെയാ കഴുകൻ പറക്കാൻ പഠിപ്പിക്കുക? ചുണ്ടയെ കൊത്തി മുകളിലോട് പറക്കും, ചുണ്ടേന്ന് കുടയും, കുഞ്ഞ് താഴോട്ട് വീഴും, തള്ള പറന്നിറങ്ങും, ചിറകയിൽ തിരിച്ചു പിടിച്ച് താങ്ങി നടക്കും. ഇതുപോലെ കരയിപ്പിക്കും, ചിരിപ്പിക്കും, വീഴിക്കും, വിജയിപ്പിക്കും, തോൽപ്പിക്കും, എഴുന്നേൽപ്പിക്കും. ഇതിലൂടെ ദൈവം നമ്മളെ മനക്കെട്ടി ഉള്ളവരായി മാറ്റുന്നു. ദൈവം നമ്മളെ പരിപാലിക്കുന്നു. ഞാൻ 2 വർഷം മുമ്പ് ദുബായ് YMCAയിൽ ധ്യാനിപ്പിക്കുമ്പോൾ തിരുവല്ല അടുത്ത് ഓച്ചിറ സ്വദേശിയായ 45 വയസ്സുള്ള വർഗീസ് പാപ്പച്ചൻ എന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു.
അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഷാർജയിൽ കമ്പനിയിൽ ജോലിയായിരുന്നു, ഭാര്യയും 5 വയസ്സുള്ള മോൻ, കൂടെ നാട്ടിൽ അപ്പനമ്മ പെങ്ങൾ, എല്ലാവരും ഇവൻ്റെ വരുമാനത്തിൽ ആശ്രയിച്ച അപ്പോഴാണ് കമ്പനി പൊട്ടിപ്പോയി. ഇവൻ നല്ലവനായതുകൊണ്ട് 3 മാസം കൊണ്ട് നിൽക്കാൻ കമ്പനി അനുവദിച്ചു. അതിനിടയിൽ വേറെ വിസ കണ്ടുപിടിക്കണം. പലരോടും പണം കടം മേടിച്ച് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. ഭാര്യയും മോനെയും തിരിച്ചയച്ചു. കുറേ കഴിഞ്ഞപ്പോൾ വർഗീസ് പാപ്പച്ചൻ്റെ ഫോൺ നമ്പർ കാണുമ്പോൾ ആൾക്കാർ ഫോൺ എടുക്കുകയില്ല. കാരണം പൈസ കടം ചോദിക്കാനുള്ള വിളിയാണെന്നറിയാം. പള്ളിയിൽ പോവും, കുരിശുപതി നോക്കും, ബൈബിൾ വായിക്കും. അങ്ങനെ വർഗീസ് പാപ്പച്ചൻ ദിവസങ്ങൾ ചെലവഴിച്ചു. ഒരു ദിവസം എൻ്റെ അമ്മയുടെ അനീതിയുടെ മകള് അവിടെ ലാബ് നേഴ്സാണ്. അവൾ അല്പം പൈസ കൊടുത്തിട്ട് പറഞ്ഞു, 2 പാക്കറ്റ് KFC കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ കോഴി വറുത്തത് മേടിച്ചു വിടുക. ഒന്ന് അവർക്കും കൊച്ചിനും, മറ്റേത് ഇവന് കഴിക്കാൻ. ക്യൂവിൽ 10ഓളം അറബികൾ, പുറകിൽ വർഗീസ് പാപ്പച്ചൻ, മുമ്പിൽ നിന്ന അറബി മുഴുത്ത രൂപ വലിയ പൈജാമയൊക്കെ ധരിച്ചിരിക്കും. പാഴ്സൽ മേടിച്ചു, രൂപ കൊടുത്തു. ബാക്കിയിട്ട് ചില്ലറ അയാൾ പോക്കറ്റിലിട്ടപ്പോൾ ഒരു തുട്ട് താഴെ ഉരുണ്ടുരുണ്ടുരുണ്ട് ഏറ്റവും പുറകെ നിൽക്കുന്ന വർഗീസ് പാപ്പച്ചൻ്റെ ഇടതുകാൽ പാദത്തെ കൊണ്ട് മുട്ടി. ഈ വർഗീസ് പാപ്പച്ചൻ ഈ തുട്ടെടുത്തുകൊണ്ടിരുന്ന അറബി പോയി. അറബി നന്ദി പറഞ്ഞു, തുട്ട് പോക്കറ്റിലിട്ടു. ഇയാളൊന്നും പോയി. 10 മിനിറ്റ് കഴിഞ്ഞ് വർഗീസ് പാപ്പച്ചൻ പാഴ്സൽ മേടിച്ചിറങ്ങുമ്പോൾ അറബി തുറന്ന് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇവനെ നോക്കിയിരിക്കാൻ അടുക്കിലേക്ക് വിളിച്ചു. അപ്പനുണ്ടോ, അമ്മയുണ്ടോ, ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, ജോലിയുണ്ടോ? ഇവൻ കരഞ്ഞു പോയി. മാസങ്ങൾക്ക് ശേഷമാണ് ഒരു വിചാരണയിലെ കുശലാന്വേഷണം. അയാളുടെ കരയൊന്നും വേണ്ട, ഇതെൻ്റെ ഫോൺ നമ്പരാണ്, അത്യാവശ്യം വരുമ്പോൾ നീ എന്നെ വിളിച്ചാൽ മതി. അയാൾ ജീപ്പിൽ പോയി വർഗീസ് പാപ്പച്ചൻ വീട്ടിലോട്ട് പോയി. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വർഗീസ് പാപ്പച്ചന് അത്യാവശ്യം ആരംഭിക്കുക. അവൻ ഫോൺ വിളിച്ചു, ഇന്ന സ്ഥലത്ത് വരാൻ മതി. ചെന്നപ്പുഴ കാണുക, ഷാർജ പോലീസിലെ DGPയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഈ മനുഷ്യൻ. അയാൾ പറഞ്ഞു, ഉരുട്ടി ചെന്ന നാണയം എനിക്ക് എഴുതി തന്ന ഇവൻ വിശ്വസ്തനാണ്. ഇവന് ഷാർജ പോലീസിൽ ഡ്യൂട്ടി പോലീസായിട്ട് പണി കൊടുക്കണം. ക്ലറിക്കൽ പോസ്റ്റുകളെ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. 4 മാസം കൊണ്ട് നിയമം ഭേദഗതി ചെയ്തു. ഇന്ന് ഷാർജയിൽ ജയിൽ പുള്ളികളുടെ മേൽനോട്ടം, ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൻ്റെ മേൽനോട്ടം ഇതെല്ലാം വഹിക്കുന്നത് ഈ വർഗീസ് പാപ്പച്ചനാണ്. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ഒന്നുമില്ലാതിരുന്ന എനിക്ക് ദൈവത്തിൻ്റെ പരിപാലന മനസ്സിലായത് ഒരു നാണയത്തിൻ്റെ രൂപത്തിൽ ഉരുണ്ടു വന്ന് എന്നെ പരിപാലിച്ചു ദൈവം. ജീവിതത്തിൽ തകർച്ചകളും നൊമ്പരങ്ങളും വരുമ്പോൾ നിരാശപ്പെടാതിരിക്കുക, തമ്പുരാൻ ഒരു പരിപാലിക്കുന്ന സ്നേഹം. ചിന്തകളെ അവസാനിപ്പിക്കാം. 5 വ്യക്തിപരം. ഒരു പാറയുടെ കീഴിൽ 100 പേരിരുന്നാലും 100 പേർക്കും ഒരേ ശ്രദ്ധ, ഒരേ കരുതൽ. ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമായ സ്നേഹമാണ്. ഓരോരുത്തരും ദൈവം വ്യക്തിപരമായി സ്നേഹിക്കും. ഇത്രയും പേര് ഈ ഹാളിലും മുറ്റത്തുമായിട്ട് നടന്നിരിക്കും. ഒരാളെ പോലെ മറ്റൊരാളില്ല. ഒരു കമ്പനി 1,00,000 പേന ഇറക്കിയാൽ ഒരു പേനയും തിരിച്ചറിയാൻ പറ്റുകയില്ല. ഒരു ഫാക്ടറി 1 കോടി മുട്ടായി ഇറക്കിയാൽ ഒരു മുട്ടായിയും തിരിച്ചറിയാൻ പറ്റുകയില്ല. പക്ഷെ ഇന്ത്യയിൽ 127 കോടി ആൾക്കാരുണ്ട്. ഒരാളെ പോലെ മറ്റൊരാളില്ല. തികച്ചും വ്യത്യസ്തം. ആധാർ കാർഡിലെ തള്ളവരൽ അടയാളം, ഒരു തള്ളവരലിലെ അടയാളം മറ്റൊരു തള്ളവരലില്ല. എയർപോർട്ടിൽ വരുമ്പോൾ ക്യാമറയിൽ നോക്കാൻ പറയും. ഇതുപോലെ കൃഷ്ണമണി ലോകത്ത് മറ്റൊരാൾക്കുമില്ല. ദൈവം നമ്മളെ വ്യക്തിപരമായി ശ്രദ്ധിക്കും. വ്യക്തിപരമായി ഒരു കൈരേഖ പോലെ മറ്റൊരു കൈരേഖയുണ്ടോ? എല്ലാ കൈയിലെയും രേഖ ഒരുപോലെയാണെങ്കിൽ പാവപ്പെട്ട കൈനോട്ടക്കാരൻ്റെ വയറ്റിപ്പഴുപ്പ് എങ്ങനെ നടക്കും? കൈനോട്ടക്കാരൻ കയ്യെ പിടിച്ച് നോക്കിയിട്ട് പറയും, സഹോദര സഹോദരി, സകലമായ രേഖയും കാണുന്നു. ആയുർരേഖ, വിദേശരേഖ, സാമ്പത്തിക രേഖ, ഭൂമധ്യ രേഖ, ആരോഗ്യരേഖ എല്ലാം ഇവിടെ തന്നെ കാണും. സകല മണ്ഡലങ്ങളും മോശം. വ്യാഴമണ്ഡലം, ശുക്രമണ്ഡലം, ചൊവ്വാമണ്ഡലം, നിയോജക മണ്ഡലം എല്ലാം മോശമാണല്ലോ. വ്യാഴം കവിള് കിടക്കുന്നു, വെള്ളി മരന്ന് കിടക്കുന്നു, ശനി കുഞ്ഞി നിൽക്കുന്നു, ഞായർ ഞെളിഞ്ഞു നിൽക്കുന്നു. ഇത്രയും ഭാഗത്തിലെ പ്രകടനം. ചില അവന്മാർ ജീവിയിൽ വാരവനം പറയും. എന്താ പറയുക? ഭരണി നാളി പറഞ്ഞ പെണ്ണുങ്ങൾ അടുത്ത ഒരാഴ്ച കാലം മാങ്ങ ഉപ്പിലിടാൻ സാധ്യതയുണ്ട്. ഒരാളെ പോലെ മറ്റൊരാളില്ല. മുഖം പോലെ മുഖമില്ല, സ്വരം പോലെ സ്വരമില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ നിങ്ങൾക്കൊരു പേരുണ്ട്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് അവിടെ കിടക്കും. മലബാറിലാണെങ്കിൽ വേറെ വല്ലതും ചെയ്യും, പക്ഷെ നമുക്കാണെങ്കിൽ അവിടെ കിടക്കും.
ഒരാൾക്ക് പകരം മറ്റൊരാളില്ല. ദൈവം നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് ധ്യാന ദിവസങ്ങളിൽ നമുക്ക് കടന്നു വരാം. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ നീണ്ട നേരം പ്ലാസ്റ്റിക് ഇരിക്കുമ്പോൾ നമ്മൾ ആകപ്പാടെ ക്ഷീണിച്ചു പോകും. തന്നെയല്ല, വൈദ്യശാസ്ത്രം പറയുന്നത് പ്ലാസ്റ്റിക് കസേരയിൽ അടുപ്പിച്ച് 2 മണിക്കൂർ കൂടുതൽ നിന്നാൽ വന്ധ്യംകരണം നടക്കപ്പെടും എന്നാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകണം, ഇരിക്കണം. അത് ശരീരശാസ്ത്രത്തിൻ്റെ ഒരു നിയമവും കൂടിയാണ്. ഗായകസംഘത്തോട് ചേർന്ന് നമ്മളിപ്പോൾ ഒരു പാട്ട് പാടും. അതിനുശേഷം ഒരു പാട്ട് അച്ഛനും കയ്യിൽ വെച്ച് പാടിപ്പിക്കും. നിന്നോണ്ട് തന്നെ ആർക്കെങ്കിലും വെള്ളമോ അല്ലോ കുടിക്കണമെങ്കിൽ ഈ സമയത്ത് പിടിച്ചുകൊള്ളുക, കുടിച്ചിട്ട് വന്നോളൂ. നമ്മൾ പ്രത്യേക ഇടവേള ഇരുന്നില്ല. സമയത്തിന് ആർക്കെങ്കിലും ആഗ്രഹം ആവശ്യമുണ്ട് പോയി വരാം. ഈ പാട്ട് പാടുന്ന സമയം ഗായക സംഘം പാടുമ്പോൾ ഒരുമിച്ച് ചേരുന്നു. ഒരു പ്രാവശ്യം പാടുമ്പോൾ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടാം.
വചനം അകത്തിന്റെ വഴി തിരിക്കും. ശക്തി പകരം എന്നെ അനുഗ്രഹിക്കും. എത്ര നല്ല സ്നേഹമെന്റെ യേശു, ഓ എത്ര നല്ല സ്നേഹമെന്റെ യേശു. ഒന്നു വിളിച്ചാലോടി എന്റെ അരികിലെത്തും. ഒന്ന് സ്തുതിച്ചാൽ അവൻ എന്റെ മനം തുറക്കും. ഒന്ന് കരഞ്ഞാൽ ഓമനിച്ചൻ മേടി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ യേശു, ഓ എത്ര നല്ല സ്നേഹമെന്റെ യേശു. ഒന്നു വിളിച്ചാലോടി എന്റെ അരികിലെത്തും. ഒന്ന് സ്തുതിച്ചാൽ അവൻ എന്റെ മനം തുറക്കും. ഒന്ന് കരഞ്ഞാൽ ഓമനിച്ചൻ മേടി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെന്റെ യേശു, ഓ എത്ര നല്ല സ്നേഹമെന്റെ യേശു. നമുക്ക് ഇരിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം ഭൂമിയിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വേദിയാണ് കുടുംബ ജീവിതം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ ഭൂമിയിലെ പതിപ്പായി ദാമ്പത്യത്തെ, കുടുംബ ജീവിതത്തെ അവതരിപ്പിക്കുന്നു. ഉൽപ്പത്തി 2:18 മുതൽ. ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലത് എന്ന് കണ്ടു. എന്നാൽ പുരുഷന് ചേർന്ന ഇണയെ കണ്ടില്ല. എല്ലാ ജീവജാലങ്ങളെയും അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവൻ വിളിച്ചത് അവയ്ക്ക് പേരായിത്തീർന്നു. ആകാശത്തിലെ സകല പക്ഷികൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്ക് ഇണങ്ങിയ തുണയെ കണ്ടില്ല. ദൈവമായ കർത്താവ് പുരുഷനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി ഉറങ്ങിക്കിടന്ന വായ്തീലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി ഒരു സ്ത്രീക്ക് ജന്മം കൊടുത്തു. അവളെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ഈ ലോകത്തിലെ ആദ്യത്തെ